പെട്ട ഖുർആനിലെ ഒരു ആയത്താണ് പ്രിയമുള്ളവരെ. ഏതെന്നറിയോ ആദരവാകുന്ന പ്രവാചകനതാ പറഞ്ഞല്ലോ, ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇസ്സത്തോടെ മരിക്കുന്നതാ. നല്ലൊരു ഭാര്യയെ വേണോ, നല്ലൊരു ഭർത്താവിനെ വേണോ, നല്ലൊരു മക്കളെ വേണോ? ആദരവാകുന്ന പ്രവാചകനതാ ഖുർആനില് ആയത്തുകളതാ പറഞ്ഞു കൊടുക്കുമ്പോ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരതാ പറയുകയാ. ഏതെന്നറിയോ 6000-ഓളം ആയത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ. 114 സൂറത്തുകളുള്ള, ഒരുപാട് അഹ്കാമുകളുള്ള, ഒരുപാട് അഖ്ബാറുകളുള്ള, ഒരുപാട് ചരിത്രങ്ങളുള്ള, ഒരുപാട് ചരിതങ്ങളുള്ള, ഒരുപാട് അത്ഭുതങ്ങളുള്ള അള്ളാഹുവിന്റെ ഖുർആൻ എഴുതിയെടുക്കാൻ കഴിയുന്നവരതാ എഴുതിയെടുക്കുക. കാണാപാഠം പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചുകൊള്ളുക, ചോദിച്ചു പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചുകൊള്ളുക. ഏതെന്നറിയോ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവന്റെ കുടുംബ ജീവിതത്തില്, അവന്റെ മക്കളില്, അവന്റെ ദാമ്പത്തിക ജീവിതത്തില് അല്ലാഹു ബറക്കത്ത് തരുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ സ്നേഹിച്ചാൽ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇസ്സത്തോടെ മരിക്കുന്നതാ. ഒരു ചരിത്രം ഞാൻ പറയാൻ പോകുകയാ. വേദനിപ്പിക്കുന്ന ചരിത്രമോ, സങ്കടപ്പെടുത്തുന്ന ചരിത്രമോ, ഖുർആനിന്റെ മഹത്വം പറയുന്ന ചരിത്രമോ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ തങ്ങൾ ആരാ? ചെറുപ്പക്കാരാ. ഉസ്മാൻ തങ്ങള് പടച്ചവന് ഒരു ഖബറിന്റെ ചാരത്തുകൂടി നടന്നു പോവുകയാ. ഉസ്മാൻ തങ്ങള് ഖബർ കാണുമ്പോ കരയുകയാ, സങ്കടപ്പെടുകയാ. ഉസ്മാൻ തങ്ങൾ കരയുമ്പോ സഹാബത്തതാ കടന്നു വരികയാ. എന്നിട്ടതാ ചോദിക്കുകയാ, എന്തിനാണ് കരയുന്നത്, എന്തിനാണ് സങ്കടപ്പെടുന്നത്, എന്തിനാണ് വിഷമിക്കുന്നത് എന്നതാ സഹാബത്ത് ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറയുകയാ, ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ ഈ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ ഞാനുണ്ടല്ലോ ഒറ്റയ്ക്കാ, കൂട്ടുകാരനില്ലോ, കൂടപ്പറപ്പിങ്ങളില്ലോ, അയൽവാസികളില്ലോ, ശത്രുക്കളില്ലോ, മിത്രങ്ങളില്ലോ, സഹാബാക്കളില്ലോ, ഭാര്യയില്ലോ, മക്കളില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിരുന്ന സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പടച്ചവനെ ഉസ്മാൻ തങ്ങള് പടച്ചവനെ ഖലീഫയാകുകയാ. ഇസ്ലാമിന്റെ ഖലീഫയാകുമ്പോ, രാജ്യത്തിന്റെ രാജാവാകുമ്പോ പടച്ചവരെ ശത്രുക്കളതാ തീരുമാനമെടുക്കുകയാ. എങ്ങനെയെങ്കിലും ഉസ്മാനെ കൊല്ലണമല്ലോ, ഉസ്മാനെ ആക്രമിക്കണമല്ലോ, ഉസ്മാനെ തലയെറുക്കണമല്ലോ എന്നതാ തീരുമാനിക്കുകയാ. ഊരിപ്പിടിച്ച കടാരി എടുക്കുകയാ, പടച്ചവനെ തീപന്തം എടുക്കുകയാ, പടച്ചവനെ കുന്തങ്ങൾ എടുക്കുകയാ, പടച്ചവനെ വാളുകളതാ എടുക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ വാതിക്കല് ശത്രുക്കളുണ്ടല്ലോ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യതോ വീടിന്റെ വാതിലിന്റെ പ്രിയമുള്ളവരെ അടക്കുകയാ, കുട്ടിയിടുകയാ. ഉസ്മാൻ തങ്ങളെ കൊല്ലാനും വന്ന ശത്രുക്കളുണ്ടല്ലോ വീടിന്റെ വാതിക്കലിന്റെ പ്രിയമുള്ളവരെ തയ്യാറെടുക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ കരയുകയാ, ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ സുജൂദിൽ കിടക്കുകയാ, പടച്ചവനോട് ദുആ ചെയ്യുകയാ. അല്ലാഹ് റബ്ബേ, എന്റെ പ്രിയപ്പെട്ട പ്രിയതമനുണ്ടല്ലോ സാധുവാണ്, അല്ലോ കൊല്ലല്ല റബ്ബേ, ആക്രമിക്കല്ല റബ്ബേ.
ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ കരയുമ്പോ ഉസ്മാൻ തങ്ങൾ പതറുന്നില്ലോ, ഉസ്മാൻ തങ്ങൾ തളരുന്നില്ലോ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉസ്മാൻ തങ്ങൾ നോമ്പെടുക്കുകയാ. ഉസ്മാൻ തങ്ങൾ സുന്നത്ത് നോമ്പെന്നെ പ്രിയമുള്ളവരെ എടുക്കുകയോ, എന്നിട്ടതോ ഇബാദത്ത് ചെയ്യുകയോ, നമസ്കരിക്കുകയോ, ദിക്റുകൾ ചൊല്ലുകയോ. മഗ്രിബിന്റെ സമയമാകുമ്പോ, മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോ, ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ ഉസ്മാൻ തങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലോ, വെള്ളമില്ലോ, പഴങ്ങളില്ലോ. രണ്ടാമത്തെ ദിവസം അതാ കടന്നു വരുമ്പോ ഉസ്മാൻ തങ്ങൾ നോമ്പെടുക്കുകയാ. പടച്ചവനെ, നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലോ, കുടിക്കാൻ വെള്ളമില്ലോ, കഴിക്കാൻ പഴങ്ങളില്ലോ. മൂന്നാമത്തെ ദിവസം അതാ കടന്നു വരികയോ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പടച്ചവനെ നോമ്പെടുക്കുകയാ. മഗ്രിബിന്റെ സമയമാകുമ്പോ കഴിക്കാൻ ഭക്ഷണമില്ലോ, കുടിക്കാൻ വെള്ളമില്ലോ, കഴിക്കാൻ പഴങ്ങളില്ലോ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, അല്ലാഹുവോട് പരാതി പറയുമ്പോ ഉസ്മാൻ തങ്ങൾക്ക് പരാതിയില്ലോ, ഉസ്മാൻ തങ്ങൾ കരയുന്നില്ലോ, ഉസ്മാൻ തങ്ങൾ തളരുന്നില്ലോ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പടച്ചവനെ ഖുർആൻ എടുക്കുകയാ, ഖുർആൻ ഇങ്ങനെ ഓതുകയാ. മനോഹരമാകുന്ന ശബ്ദത്തിന്റെ ഉടമയോ, മനോഹരമാകുന്ന ശൈലിയുടെ ഉടമയോ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, ഉസ്മാൻ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളുടെ ശബ്ദം എന്റെ പ്രിയമുള്ളവരെ വീടിന്റെ പുറത്തേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോ ശത്രുക്കളതോ പടച്ചവനെ ദേഷ്യപ്പെടുകയോ, ശത്രുക്കളുണ്ടല്ലോ പടച്ചവനെ ദേഷ്യപ്പെടുകയോ, ശത്രുക്കളുണ്ടല്ലോ പടച്ചവനെ വറങ്കലിക്കുകയോ. അവരതോ വീടിന്റെ വാതിലുണ്ടല്ലോ പൊളിക്കുകയോ, വീടിന്റെ കത്തേക്ക് കടന്നു വരികയാ. ഊരിപ്പിടിച്ച കടാരി എടുക്കുകയാ. ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ, ഉസ്മാൻ തങ്ങളെ ആക്രമിക്കാൻ, ഉസ്മാൻ തങ്ങളെ തലയിറക്കാൻ പടച്ചവര് കടന്നു വരികയാ. ശത്രുക്കളുടെ കടാരയിലേക്ക് ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ പിടിക്കുകയാ. എന്നിട്ടതാ പറയുകയാ, കൊല്ലല്ലേ, ആക്രമിക്കല്ലേ, എന്റെ പ്രിയപ്പെട്ട പ്രിയതമനെ തകർക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നു. മഅദല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുടെ കൈകളുണ്ടല്ലോ അറുക്കുകയാ, മുറിക്കുകയോ, കൊല്ലുകയാ. ഇതൊന്നും ഉസ്മാൻ തങ്ങൾ അറിയുന്നില്ല. ഉസ്മാൻ തങ്ങൾ ഖുർആനിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാ. ഉസ്മാൻ തങ്ങൾ ഖുർആനിൽ ഇങ്ങനെ ഹൃദയം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോ ശത്രുക്കളുണ്ടല്ലോ ഉസ്മാൻ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളെ തലയെടുക്കുകയോ, ഉസ്മാൻ തങ്ങളെ നെഞ്ചത്തേക്ക് വെട്ടുകയോ, ഉസ്മാൻ തങ്ങളുടെ കൈകളിലേക്ക് വെട്ടുകയോ, ഉസ്മാൻ തങ്ങളുടെ കാലുകളിലേക്ക് വെട്ടുകയാ, ഉസ്മാൻ തങ്ങളുടെ അടിവയറ്റിലേക്ക് വെട്ടുകയാ. മഅദല്ലാഹ് കുടൽമാല പോലും പുറത്തേക്ക് വരികയാ. ഉസ്മാൻ തങ്ങളതാ കയ്യിലിരിക്കുന്ന ഖുർആനുണ്ടല്ലോ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാ. ഇസ്ലാമിന്റെ ധീര പോരാളി ഒരു പർവ്വതം ഇങ്ങനെ തകർന്നു വീഴുന്നത് പോലെ, ഒരു മല തകർന്നു വീഴുന്നത് പോലെ ഉസ്മാൻ തങ്ങളോ താഴത്തേക്ക് വീഴുകയോ, ഉസ്മാൻ തങ്ങളോ പടച്ചവനെ താഴത്തേക്ക് വീഴുകയാ. എന്നിട്ടതാ പുഞ്ചിരിക്കുകയാ, പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ തങ്ങളോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെന്ന് പറയുമ്പോ എന്തുകൊണ്ടാ ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതിയവരാ, ഉമർ തങ്ങൾ ഖുർആൻ ഓതിയവരാ, അബൂബക്കർ തങ്ങൾ ഖുർആൻ ഓതിയവരാ, ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതിയവരാ, അലിയാർ തങ്ങൾ ഖുർആൻ ഓതിയവരാ, ബിലാൽ തങ്ങൾ ഖുർആൻ ഓതിയവരാ, ഹസൻ തങ്ങൾ ഖുർആൻ ഓതിയവരാ, ഹുസൈൻ തങ്ങൾ ഖുർആൻ ഓതിയവരാ. പടച്ചവരേ, സൽമാൻ
തങ്ങളോ ഖുർആൻ ഓതിയവരാ. ലോകത്തിന്റെ പ്രവാചകനാകുന്നു അല്ലാഹുവിന്റെ റസൂല്, ലോകത്തിന്റെ ഹബീബാകുന്ന തിരുദൂതരെ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഖുർആനുണ്ടല്ലോ ഓതിയവരാണെന്ന് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ, ചെറുപ്പക്കാരാ, പെങ്ങളെ, പ്രായമുള്ള വാപ്പാ, മരിക്കുമ്പോ ഈമാനോട് എന്റെ പ്രിയമുള്ളവരെ മലങ്കരയുടെ പരിസരത്ത് നിന്ന് വിട പറയണോ? റസൂലുള്ള പറയുകയാ, ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുമെന്ന് പറയുമ്പോ, നാദോ അങ്ങനെ മരിക്കാനുള്ള സൗഭാഗ്യങ്ങളോ തൗഫീഖുകളോ റാഹത്തുകളോ തരണ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഉസ്മാൻ തങ്ങള് ഖുർആൻ ഓതിയപ്പോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ, ഖുർആനിനെ സ്നേഹിച്ചാൽ, ഖുർആനിനെ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ അവര് മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു റഹ്മത്തിലാക്കട്ടെ. അപ്പം മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കണമെങ്കിൽ ഒന്നാമത്തെ മാർഗം റസൂലുള്ള പറയുന്നു, അവർ ഖുർആൻ ഓതി വരാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അപ്പൊ ഖുർആൻ ഓതുവോ? ഞാൻ പറഞ്ഞു, ലക്ഷക്കണക്കാന പൈസ കൊടുത്ത് ഈ പള്ളി പണിത് വെച്ചാൽ മാത്രം പോരാ, അതിൻ്റെ അകത്ത് ഇബാദത്ത് ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞേ, അതിൻ്റെ അകത്ത് ഇബാദത്തുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയണം. അൽഹംദുലില്ലാ, നിങ്ങൾ ഭാഗ്യവാന്മാരാ. റമളാനിനുള്ളിൽ അൽഹംദുലില്ലാ ഈ റജബ് മാസത്തിൽ തന്നെ നമുക്ക് ഈ പള്ളിയിലേക്ക് അൽഹംദുലില്ലാ കയറാൻ കഴിഞ്ഞു. അല്ലാഹുവേ നീ സ്വീകരിക്കൂ റബ്ബേ. അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന പാവങ്ങളാരാ? അവര് മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ. അപ്പൊ ഇന്നൊരു തീരുമാനമെടുക്കണം ഉസ്താദേ, ഖുർആൻ ഓതാതെ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് കടന്നു പോകൂല. ഖുർആൻ ഓതാതെ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് കടന്നു പോകൂല. ഞാൻ ചോദിക്കട്ടെ, ബിസിനസ്സിൽ നിങ്ങൾക്ക് ബറക്കത്ത് വേണോ? അല്ലേ? നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ കൃഷിയിൽ നിങ്ങൾക്ക് ബറക്കത്ത് വേണോ? ഇപ്പോ ഇവിടെ ഏകദേശം ഒരു 90% കൃഷിക്കാർ തന്നെയല്ലേ? അല്ലെ? എന്ത് കൃഷിയാ? ഈ അടക്ക, അതിന്റെ കൃഷിയാ? അല്ലെ? അടക്ക മാത്രമല്ലോ. വാഴ കൃഷി ഉണ്ടോ? വാഴ കൃഷി ഉണ്ടോ? എനിക്ക് വേണ്ടപ്പാ. ഉണ്ടോ? കൃഷി ഉണ്ടോ? ഉണ്ട്. ഞാൻ പറയണത്, ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ഈ സൂറത്ത് ആരാണോ ഊരുന്നത് അവരുടെ കൃഷിയിൽ അല്ലാഹു ബറക്കത്ത് നൽകും, അവരുടെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും. ഏത് സൂറത്താ? പഠിക്കണ്ടേ? ഞാൻ പറഞ്ഞു, ഖുർആൻ എന്നാൽ അത്ഭുതങ്ങളുടെ കലവറയാ. ആ ഖുർആൻ ഓതുന്നവര് മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കും, അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കാം, നിങ്ങളുടെ കൃഷിയിൽ ബറക്കത്ത് വേണമെങ്കിൽ ഒരു സൂറത്ത് പറഞ്ഞു തന്നാ ഓതുവോ? അവസാനം വരെ ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് ഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുന്ന ഒന്നാമത്തെ വിഭാഗം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ഒന്നാമത്തെ വിഭാഗം അവർ ഖുർആൻ ഓതുന്നവരെ. അപ്പൊ ഇന്നൊരു തീരുമാനം എടുക്കും ഉസ്താദേ. ഇനി ഈ നമ്മുടെ നാട്ടിലെ ചില ചെറുപ്പക്കാരുണ്ട്, ഖുർആൻ എന്നാൽ റമളാനിൽ മാത്രം ഓതാൻ പറ്റിയൊരു കിതാബ്. മിക്ക ആളുകളുടെ വിചാരം എങ്ങനെയാ? ഖുർആൻ എന്നാൽ റമളാനിൽ മാത്രം കൈകൊണ്ട് എടുക്കേണ്ടതല്ലേ ഉസ്താദേ. ചില ആളുകളുണ്ട്, റമളാൻ ഒന്നാമത്തെ ദിവസം നെയ്യത്ത് വെക്കും, ഒരു ദിവസം ഒരു ജുസ്, അല്ലേ? എന്നെ കൊന്നാൽ ഞാൻ ഒന്നര ഓതില്ല ഉസ്താദെ. എന്നെ ഖത്തീബ് എൻ്റെ തലയെടുത്താൽ ഉസ്താദെ ഞാൻ ഒരു ദിവസത്തിൻ്റെ അപ്പുറത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, മഅസ്സലാം, അത്ര ഓതുള്ളൂ ഉസ്താദെ എന്ന് തീരുമാനിക്കണം ചില ചെറുപ്പക്കാരുണ്ട്. പാടില്ല. ഖുർആൻ സ്നേഹിക്കണം, അതിനെ ഓതണം, അതിനെ ബഹുമാനിക്കണം. അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന് അല്ലാഹുവേ സ്വീകരിക്കുക റബ്ബേ, കബൂലാക്കണേ റഹ്മാനെ. രണ്ട് ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ. ആരെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്,
എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരുന്നവരാരാ? നമസ്കരിക്കുന്നവരാരാ? നിസ്കരിക്കുന്നവരാരാ? ഇഖ്ലാസോടെ നമസ്കരിക്കുന്നവരാരാ? അതബോടെ നമസ്കരിക്കുന്നവരാരാ? തഖ്വയോടെ നമസ്കരിക്കുന്നവരാരാ? അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇസ്സത്തോടെ മരിക്കുന്നതാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ആയിരക്കണക്കാണ് സ്വഹാബത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ മദീനത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാ. എന്തെന്നറിയോ സഹാബാ, ഫവൈലുൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമാ. നിസ്കരിക്കുന്നവർക്ക്, ഇബാദത്ത് ചെയ്യുന്നവർക്ക്, സുജൂദ് ചെയ്യുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമാ. തീജ്വാലയുള്ള നരകമോ, ചീഞ്ചനമുള്ള നരകമോ. സഹാബത്തതാ ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, നമസ്കരിക്കുന്നവർക്കു, ഇബാദത്ത് ചെയ്യുന്നവർക്കു, സുജൂദ് ചെയ്യുന്നവർക്കു, നിസ്കരിക്കുന്നവർക്കു എന്തിനാണ് നബിയേ, എന്തിനാണ് റസൂലേ വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ, എന്തിനാണ് നബിയേ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, നിസ്കരിക്കുന്നവരാ, ഇബാദത്ത് ചെയ്യുന്നവരോ, നാട്ടുകാരെ കാണിക്കാണ് നമസ്കരിക്കുന്നവരാ. ഉസ്താദ് കാണട്ടെ, എന്റെ കാമുകി കാണട്ടെ, എന്റെ ഭർത്താവ് കാണട്ടെ, എന്റെ ശിഷ്യന്മാര് കാണട്ടെ, പള്ളിയുടെ കമ്മിറ്റിക്കാര് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നവരാരോ വൈലെന്ന നരകമാണെന്ന് പറയുന്നു. ജീവിതത്തില് ഒരിക്കലും പോലും കളവ് പറയാത്ത ലോകത്തിന്റെ പ്രവാചകം പറയുകയോ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണമെങ്കിൽ രണ്ടാമത്തെ വിഭാഗമാരാ? നമസ്കരിക്കുമ്പോ ഇഖ്ലാസോടെ, അതബോടെ, തഖ്വയോടെ ആരെങ്കിലും ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവനാണ് രണ്ടാമത്തെ ഭാഗ്യവാനെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുത്തു. ആ ബാങ്ക് കേട്ടിട്ട് പള്ളിയിലേക്ക് കടന്നു വന്ന അതബോടെ, ഇഖ്ലാസോടെ, പടച്ചവനെ പേടിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന. അല്ലാഹുവേ, അതിനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മുത്തുനബി പറഞ്ഞു, നിസ്കരിക്കുന്നവരല്ല, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം നിസ്കരിക്കുന്നവരല്ല, നിസ്കരിക്കുമ്പോ റബ്ബിന്റെ പ്രീതി ലഭിക്കാൻ, കരുണ ലഭിക്കാൻ അള്ളാനെ പേടിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരാരാ? അവരാണ് എന്റെ പ്രിയപ്പെട്ടവർ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ പള്ളിയിൽ ചില ആളുകൾ വരും അല്ലെ, ഇപ്പൊ വെള്ളിയാഴ്ച ദിവസമൊക്കെ ഉണ്ടാകും. ചില ചങ്ങാതിമാര് വന്നിട്ട് ഈ ടവൽ ഒന്നാമത്തെ സഫിലിട്ടിട്ട് റിസർവ് ചെയ്തിട്ട് പോണ ചില ചെറുപ്പക്കാരുണ്ട്, ചില ചങ്ങാതിമാരുണ്ട്. പാടില്ല, പാടില്ല. അങ്ങനെയാണെങ്കിൽ സുബഹി നിസ്കരിക്കാൻ വരുമ്പോൾ ഒരു ടവലിട്ട് പോയിട്ട് പിന്നീട് ഒരു ഉസ്താദ് ഖുതുബയ്ക്ക് കയറുന്ന സമയത്ത് അത് ശരിയായ നടപ്പല്ല. ഞാൻ പറയാ, പള്ളിയിൽ വരുമ്പോൾ ഇഖ്ലാസോടെ, അതബോടെ നമുക്ക് നമസ്കരിക്കാൻ കഴിയണം അല്ലേ? ചില ആളുകൾ പള്ളിയിൽ വരും, ഭയങ്കര നിസ്കാരത്തരമോ പള്ളിയുടെ ഖത്തീബിന് പോലും ഉണ്ടാവില്ല, അത്രയും നെറ്റി ഇങ്ങനെ ഇട്ട് ഒരച്ചൊരച്ചൊരച്ചൊരച്ച് എങ്ങനെയൊക്കെ നിസ്കാരത്തരം ഉണ്ടാക്കി. ഇവൻ ഈ പള്ളിയിൽ വന്നിട്ട് പറയും, ഫാനിറ, ലൈറ്ററ, സ്വിച്ച് ഇട്ടില്ലെങ്കിൽ സെക്രട്ടറിയുടെ വലിയാപ്പാക്കും മൂത്താപ്പാക്കും കൊച്ചാപ്പാക്കും ഒക്കെ വിളിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോണ ചില ആളുകളുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ. പാടില്ല. പള്ളിയിൽ വരുമ്പോൾ അതബോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ നിസ്കരിക്കാൻ കഴിയണം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, പള്ളിയിൽ പോകുമ്പോൾ എത്ര പേരുണ്ട് വെള്ള വസ്ത്രം ധരിച്ചു പോണവര്? പള്ളിയിൽ പോകുമ്പോൾ, നിസ്കരിക്കാൻ പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ചു പോണ എത്ര പേരാണല്ലേ? കുറവ്. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. ഇപ്പൊ ഖത്തറില് വേൾഡ് കപ്പ് അല്ലേ നടന്നില്ലേ? അല്ലോ നടന്നില്ല. നിങ്ങൾ നടന്നില്ലെന്ന് പറഞ്ഞാൽ നടന്നില്ല. നടന്നു. എനിക്ക് അന്നത്തെ ദിവസം വയല് ഈ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി ഭാഗത്താണ്. എടാ പൂച്ചയൊക്കെ പോകണ്ടട്ടാ, എടുത്തടിച്ചിരിക്കടാ. വലിയ സുഖമൊന്നും ഉണ്ടാവില്ല അടിച്ചു കഴിഞ്ഞാൽ. ഞാൻ പറയണത്, ഈ ഖത്തറിൽ വേൾഡ് കപ്പിൻ്റെ അന്ന് അള്ളാഹു എനിക്ക് വയല് ഈ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി ഭാഗത്താണ്. ഞാനവിടെ വയലിന് പോകുമ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ താനൂർ എന്ന് പറയുന്ന ഭാഗത്ത് ഞങ്ങൾ നിസ്കരിക്കാൻ കയറിയ സമയത്ത് ഞങ്ങള് രണ്ടാമത്തെ റക്അത്തിലാ ചെല്ലുന്നേ, മസ്ബൂക്കായിട്ടാ ചെല്ലണേ. ഞങ്ങള് ഏകദേശം
പള്ളിയുടെ ഏറ്റവും പുറകിലത്തെ സഫിൽ, രണ്ടാമത്തെ സഫിലും മൂന്നാമത്തെ സഫിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളിങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ 3 പേരിങ്ങനെ നിസ്കരിക്കുക. ഷെയ്ഖുന എംബാപ്പെ, ഷെയ്ഖുന റൊണാൾഡോ, ഷെയ്ഖുന മെസ്സി, 3 പേരിങ്ങനെ നിസ്കരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വണ്ടി ഓടിക്കുന്നവനോട് പറഞ്ഞു, ചിലപ്പോൾ ഇന്ന് രാത്രി കളിയൊക്കെ ഉള്ളതല്ലേ, നിസ്കരിക്കാൻ വന്നായിരിക്കും, ഗോളൊക്കെ അടിക്കണ്ടേ, എംബാപ്പയ്ക്ക് ഓടണം, മെസ്സിക്ക് കാല് വയ്യ, റൊണാൾഡോ തോറ്റു, അപ്പോൾ എന്തായാലും ഗോൾ അടിക്കണമല്ലോ, അതിലിപ്പോൾ സുജൂദ് ചെയ്യാൻ വന്നതായിരിക്കും. ആ സമയത്ത് നോക്കുമ്പോൾ ആ നാട്ടിലെ 3 ചെറുപ്പക്കാർ, ഹമുക്കുകൾ 3 എണ്ണം, ഒരുത്തൻ എംബാപ്പയുടെ ബനിയൻ, ഒരുത്തൻ മെസ്സിയുടെ ബനിയൻ, ഒരുത്തൻ റൊണാൾഡോയുടെ ബനിയൻ. ഈ 3 ബനിയൻ ഇട്ടിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിരിക്കുക. പള്ളിയുടെ ഖത്തീബും കൂടെ ഇട്ടാൽ മതി, ബാക്കി എല്ലാവരും ഇട്ടിട്ടുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സെക്രട്ടറിയും പ്രസിഡന്റും ട്രഷററും എല്ലാം കളിയായി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ജില്ല കാസർഗോഡ് തന്നെ, സ്ഥലം പറയണില്ല, ഏകദേശം ഇവിടെ നിന്നൊരു ഈ സ്ഥലത്തിൻ്റെ പേരെന്താ, മലങ്കര, ഇവിടെ നിന്നൊരു 3/4 മണിക്കൂർ ഓടിയാൽ ഞാൻ പറഞ്ഞ സ്ഥലത്തും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉറൂസ് പ്രഭാഷണത്തിന് വേണ്ടി പോയി, ഉറൂസ് പ്രഭാഷണത്തിന് പോയി. ഈ ഉറൂസ് നടക്കുന്നതിന് 500 മീറ്റർ ചുറ്റളവിൽ അവിടെ ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്, അവിടെ ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വഅലിന് കയറുന്നതിന് മുമ്പ് അവിടുത്തെ ഉസ്താദന്മാരും അവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ചിലപ്പോൾ ആൾ കുറയാൻ സാധ്യതയുണ്ട്, കാരണം ഇന്ന് ഫൈനൽ മാച്ചാണ് ഉസ്താദെ. ഞാൻ പറഞ്ഞു, അന്നും കുഴപ്പമില്ലപ്പോൾ, ഒരാളാണെങ്കിൽ നമ്മൾ ഏറ്റ പരിപാടി ചെയ്യാം, വഅല് പറയാ പോവാം. അല്ലാഹുവേ, ഞാനിങ്ങനെ വഅലിങ്ങനെ തുടങ്ങി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്റ്റേജിലുള്ള ആൾക്കാരെയും കാണുന്നില്ല. കാരണം സ്റ്റേജിലുള്ള ഒരാളെയും കാണുന്നില്ല. സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, ട്രഷറർ ഉണ്ട്, എല്ലാം ഉണ്ട്, ഒരുത്തനെയും സ്റ്റേജിൽ കാണുന്നില്ല. എല്ലാം സ്റ്റേജിൽ ഇരിപ്പുണ്ടായിരുന്നു. അല്ലാഹുവേ, ഞാനിങ്ങനെ വഅല് കഴിഞ്ഞ് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, എൻ്റെ വണ്ടി ഓടിക്കണ ചങ്ങാതി കാസർഗോഡുകാരൻ അന്ന് ഓൻ പറയും, ഉസ്താദെ പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും വഅല് തുടങ്ങിയതിന് ശേഷം അവിടെ കൈയടിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു ഉസ്താദെ. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, നമുക്ക് എന്ത് ചെയ്യണം, പള്ളിയിൽ പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്യണം, പള്ളിയിൽ പോകണം അല്ലേ. അപ്പൊ നിങ്ങൾ ഈ വഅല് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ഉമ്മമാരുടെയും ഭാര്യമാരുടെയും സഹോദരിമാരുടെയും സ്വന്തം ഭാര്യയുടെയും നിസ്കാര കുപ്പായത്തിന്റെ ഈ ഭാഗം നിങ്ങൾ നോക്കണം. ഇവിടെ കഫ് എന്നല്ലേ വേണം, കഫ് അല്ലേ, ഈ കഫ് എന്ന് പറയുന്ന ഈ സ്ഥലം, ഈ കൈയുടെ ഭാഗം നിങ്ങളൊന്ന് നോക്കണം. ചില ഉമ്മമാരത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, വുളുവെടുത്തിട്ട് നനഞ്ഞിട്ട് കരിമ്പൻ അടിച്ചിട്ടുണ്ടാകും, വിയർപ്പ് നനഞ്ഞിട്ട് വെള്ളം നനഞ്ഞിട്ട് കരിമ്പൻ അടിച്ചിട്ടുണ്ടാകും. ചില ഉമ്മമാരത് കരിമ്പൻ അടിച്ച് തുരുമ്പ് വന്നോട്ടം വീണിട്ടുണ്ടാകും, ഇൻഷുറൻസ് പോലും ഉണ്ടാകൂല. സലീമിക്ക വന്നിട്ട് പറയും, അമിന മാറ്റിക്കൂടെ, റജബല്ലേ വന്നേ, റമളാൻ വരിക, നമുക്ക് ഈ നിസ്കാര കുപ്പായം മാറ്റിക്കൂടെ. ഹമിനാത്ത പറയുന്ന ഒരു മറുപടി ഉണ്ട്, വല്ലപ്പോഴും നിസ്കരിക്കണം, എനിക്കെന്തിനാ നിസ്കാര കുപ്പായം. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. മോളെ, ഞാൻ ചോദിക്കട്ടെ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ഭാര്യമാര് നിസ്കാര കുപ്പായം കഴുകുന്നവരുണ്ടോ? ഇല്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിസ്കാര കുപ്പായം കഴുകുന്നവരുണ്ടോ? ഇല്ല. മിക്ക പെണ്ണുങ്ങൾ എന്താ ചെയ്യണമെന്നറിയോ, ഹൈദുള്ള സമയത്ത് മാത്രം കഴുകും, ഹൈദുള്ള സമയത്ത് മാത്രം ഒന്ന് ശുദ്ധിയാകാമെന്ന് വെച്ച് കഴുകും. പാടില്ല, പാടില്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ നിസ്കാര കുപ്പായം കഴുകി വൃത്തിയാക്കി തേച്ചു മടക്കിയിട്ട് എന്ത് ചെയ്യണം, ഉപയോഗിക്കാൻ പഠിക്കണം അല്ലേ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് ഒന്നും കൂടി നോക്കണം, നിസ്കാരം കഴിഞ്ഞിട്ട് ഏതുമ്മയാണ് നിസ്കാര കുപ്പായം ഈ ഹാങ്കറിൽ മേലെ തൂക്കിയിടണേ, കൊളുത്തിൽ തൂക്കിയിടണ എത്ര ഉമ്മമാരല്ലേ? 90% ഉമ്മമാരും തൂക്കൂല. എന്താ ചെയ്യണേ, നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര കുപ്പായം പൊറോട്ടയുടെ മാവ് കുഴക്കണത് പോലെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഒരു പായ ഉണ്ടാകും, ആ പായിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കും, പായിൻ്റെ അകത്ത് വെച്ചിട്ട് ചിക്കൻ റോള് ചുരുട്ടുന്നത് പോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഈ സമൂസയുടെ അടിയിൽ, ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു ചെറിയ മടക്കുണ്ടാകും അല്ലേ, ഈ സമൂസയുടെ അടിയിൽ ചെറിയൊരു മടക്ക് ഇങ്ങനെ ഉണ്ടാകലുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ പായ് ഇങ്ങനെ മടക്കിയിട്ട് ഒരു അലമാരയുടെ അടിയിൽ കെട്ടിട്ട് പറയും, മഅസ്സലാം, ഇനി അടുത്ത വെള്ളിയാഴ്ച ജീവനുണ്ടെങ്കിൽ കാണാം. അല്ലാഹു കാത്തിരിക്കട്ടെ. പാടില്ല. നിസ്കരിക്കുമ്പോൾ നല്ല വൃത്തിയുള്ള നിസ്കാര കുപ്പായം എൻ്റെ പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞു, ഖത്തറിൽ വേൾഡ് കപ്പ് ആരംഭിച്ചത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകൾ കണ്ട. ഖത്തറില് വേൾഡ് കപ്പ് ഉദ്ഘാടിച്ചത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകൾ കണ്ട. ഉസ്താദ് വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഏത് പള്ളിയിലാണ് ജോലി ചെയ്തത്? ഉസ്താദ് വേൾഡ് കപ്പ് ഖത്തറിൽ നടക്കുന്ന സമയത്ത് ഈ പള്ളിയിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഇവിടെ ഇല്ല. അപ്പോൾ കുഴപ്പമില്ല. ഞാൻ ആ സമയത്ത് ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ എനിക്കൊരു ചെറുപ്പക്കാരൻ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ, ഉസ്താദെ നിങ്ങൾ ഞങ്ങളുടെ ടീമിനെതിരെ പ്രസംഗിച്ച ആളാ ഉസ്താദെ, ഖത്തറിൽ വേൾഡ് കപ്പ് ഉദ്ഘാടിച്ചത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ടാ ഉസ്താദെ, അതൊന്ന് സ്റ്റാറ്റസ് ആക്കണേ. ഖുർആൻ കൊണ്ടാ ഉസ്താദെ ഖത്തറിലെ വേൾഡ് കപ്പ് ആരംഭിച്ചത്. അതിന്റെ അർത്ഥം എന്തെന്നറിയോ? ഖത്തറിൽ വേൾഡ് കപ്പ് ആരംഭിച്ച പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം സ്റ്റാറ്റസ് ആക്കി ഓരോ സഹോദര സഹോദരിമാർക്ക് അറിയോ? ഇല്ല. കേട്ടോ, അർത്ഥം എന്താ? അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ
അല്ലമഹുൽ ബയാൻ എന്നിങ്ങനെ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞിട്ട് നിരവധി തവണയുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ അതാ പറയുകയാ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു കാല് തന്നില്ലേ, അല്ലാഹു കൈ തന്നില്ലേ, അല്ലാഹു ആരോഗ്യം തന്നില്ലേ, അല്ലാഹു ആഫിയത്ത് തന്നില്ലേ, അല്ലാഹു ദീർഘായുസ് തന്നില്ലേ, അല്ലാഹനെ മറന്നതന്തേ, അല്ലാഹനെ മറന്നതന്തേ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എടാ അല്ലാഹു നിനക്ക് കൈ തന്നു, എടാ കാല് തന്നു, ആരോഗ്യം തന്നു, ആഫിയത്ത് തന്നു, ദീർഘായുസ് തന്നു, നടക്കാനുള്ള ആരോഗ്യം തന്നു. എടാ നീ അല്ലാഹനെ മറന്നിട്ട് എന്തിനാ ടർഫിൽ കളി കാണാൻ പോയതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. കളിക്കണ്ട എന്ന് ഒരാളും പറയൂല, കളിക്കണ്ട എന്ന് ഒരു പള്ളിയിലെ ഖത്തീബുമാരും പറയൂല. ഞാൻ പറയാ, നിങ്ങളുടെ മക്കളെ ഒരിക്കലും കളിക്കാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും സമ്മതിക്കാതിരിക്കാൻ പാടില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കളിക്കാൻ സമ്മതിക്കണം. ചില ആളുകളുണ്ട്, നിങ്ങൾ മക്കളെ എന്തെങ്കിലും വീടിന്റെ അകത്ത് ഇങ്ങനെ അടച്ചിട്ട് പഠിപ്പിക്കണം ചില ചങ്ങാതിമാരുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ, പാടില്ല. നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം? പുറത്തേക്കൊക്കെ ഒന്ന് കളിക്കാനും നാടുമായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യം നമ്മൾ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം. പക്ഷേ എന്തും അമിതമായാൽ വിഷം തന്നെ. നിസ്കരിക്കണം, കളിക്കണം, പഠിക്കണം, കൂട്ടുകാർ വേണം. പക്ഷെ അതെല്ലാം നല്ല കൂട്ടുകാരാകണം. തിന്മയുള്ള കൂട്ടുകാരിലേക്ക് പോകാൻ പാടില്ല, ലഹരി ഉപയോഗിക്കുന്നവരിലേക്ക് പോകാൻ പാടില്ല, ഹറാം ചെയ്യുന്നവരിലേക്ക് പോകാൻ പാടില്ല. അതും കൂടി നമ്മൾ മാതാപിതാക്കൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കണ മാതാപിതാക്കളോട് ഞാൻ പറയാ, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മക്കളോട് സ്നേഹത്തിൽ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. ചില മാതാപിതാക്കളുടെ വീട്ടിൽ പട്ടാള ചിട്ടയാ. അല്ലാഹുവേ, ആ മക്കളൊക്കെ വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോ നെഞ്ചത്തെ ടിപ്പർ ലോറി കയറി ഇറക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. മക്കളോട് സ്നേഹത്തിൽ പെരുമാറാൻ പഠിക്കണം, അല്ലേ? ഇപ്പോ ഞാൻ പറയാ, നമ്മുടെ മക്കൾക്ക് എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും എന്ത് സന്തോഷമുണ്ടെങ്കിലും ആദ്യമേ മാതാപിതാക്കളോട് പറയാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വഭാവം മാറിയിരിക്കണം, അല്ലേ? ചില മക്കൾക്ക് മാതാപിതാക്കളോട് പറയാൻ ഒന്നും തോന്നൂല. എന്നോട് ഇന്നൊരു സഹോദരി പറഞ്ഞ, ഉസ്താദേ എൻ്റെ ഭർത്താവ് കള്ളു കുടിക്കൂ ഉസ്താദേ, എൻ്റെ ഭർത്താവ് കള്ളു കുടിക്കൂ ഉസ്താദേ. എൻ്റെ മകൾക്ക് എൻ്റെ ഭർത്താവിനോട്, ഓൾഡ് ഉപ്പയോട് തീരെ സ്നേഹമില്ല ഉസ്താദേ. ഞാൻ ചോദിച്ചു, എന്തേ? കള്ളു കുടിച്ചു വന്നിട്ട് എപ്പോഴും എൻ്റെ മകളെ തല്ലു ഉസ്താദേ, കള്ളു കുടിച്ചു വന്നിട്ട് എൻ്റെ മകളെ എപ്പോഴും ദ്രോഹിക്കും ഉസ്താദേ എന്നൊരു സാധുവായ സഹോദരി പറയുമ്പോ ഞാൻ പറയാ, മക്കൾക്ക് നമ്മൾ സ്നേഹം കൊടുത്ത് വളർത്തണം. ഇല്ലെങ്കിൽ സ്നേഹം കൊടുക്കുന്നവരോടൊപ്പം അവർ ചിലപ്പോൾ പോയെന്ന് വരാം. ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ഇടും, ഷെയർ ഇടും, ടാഗ് ചെയ്യും. അവസാനം വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുമ്പോൾ അവസാനം ലൈക്ക് കൊടുത്തവന്റെ കൂടെ ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഓടിപ്പോകും. അല്ലാഹു കാത്തിരിക്കട്ടെ, ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നിസ്കരിക്കുമ്പോൾ ആരാണോ അതബോടെ തഖ്വയോടെ നിസ്കരിക്കുന്നത് അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പോ ആരെങ്കിലും ഉണ്ടോ? ഓപ്പറേഷൻ അറിയില്ല ഓപ്പറേഷൻ കഴിഞ്ഞവരാരും ഇല്ല. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അള്ളാഹു ഉണ്ടാകും ഉസ്താദേ, ഞങ്ങളുടെ ആരോഗ്യം പുറത്തു പറയേണ്ടി പേടിയാ ഉസ്താദ് എന്നായിരിക്കും വിചാരിക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ. ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോ എന്റെ ശരീരത്തിൽ എനിക്കൊരു ബ്ലോക്ക് ഉണ്ട്, അള്ളാഹു കാക്കുമാറാവട്ടെ. എന്റെ ശരീരത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഞാനൊരു ഡോക്ടറെ ചെന്ന് കാണിച്ചാൽ ഡോക്ടർ പറയും ബ്ലോക്ക് ഉണ്ട്, അതെന്ത് ചെയ്യണം? ചികിത്സിക്കണം, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയും. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഒരു ദിവസം മുമ്പേ വന്ന് അഡ്മിറ്റ് ആകാൻ പറയും, അല്ലേ? കോഴിക്കോട് മെട്രോയിലോ കാസർഗോഡ് മിംസിലോ എവിടെയെങ്കിലും പോയി കാണിക്കുമ്പോൾ ഡോക്ടർമാർ പറയും ഒരു ദിവസം മുമ്പേ വന്ന് എന്ത് ചെയ്യാൻ? അഡ്മിറ്റ് ആകാൻ പറയും. എന്തിനാ? അനസ്തേഷ്യ എന്ന് പറയുന്ന ഡോക്ടറിനെ കണ്ടിട്ട് ആ മരുന്ന് കുത്തിവെക്കുന്ന ദിവസം തീരുമാനിക്കാൻ പറയും. കാരണം എന്തേ? അനസ്തേഷ്യ എന്ന് പറയും നീ മയക്കുന്ന MDMA സ്റ്റാമ്പ് ഒന്നും അല്ല തരണേ. ഒരു മെഡിക്കൽ കോളേജിൽ ഒരു മരുന്ന് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കും. ഈ മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലേഡ് പോലും നമ്മുടെ ശരീരത്തിലേക്ക് കുത്തി ഇറക്കിയാൽ വേദന എടുക്കൂല, അല്ലേ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് ചെയ്യാൻ പറയല്ല, ഒരു ബ്ലേഡ് എടുത്തിട്ട് നിങ്ങളുടെ നരമ്പൊന്ന് വെറുതെ രസത്തിനൊന്ന് മുറിച്ച് നോക്കണം, വേദന സഹിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു കടാരി എടുത്തിട്ട് കഴുത്തൊന്ന് വെട്ടി നോക്കണം, വേദന എടുക്കൂലേ? വേദന എടുക്കും. പക്ഷേ അനസ്തേഷ്യ ഉപയോഗിച്ചിട്ട് ഒരാളുടെ ശരീരത്തിലേക്ക് കത്തി ഇറക്കിയാൽ വേദന എടുക്കുമോ? ഇല്ല. ഓപ്പറേഷൻ ചെയ്യുമ്പോ ഒരാൾക്ക് ചെവി വേദന, ചെവിയുടെ ഹോൾ അടക്കണമെന്ന് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു അനസ്തേഷ്യ എടുക്കണം, മരുന്ന് കയറ്റണം. മരുന്ന് കയറ്റിയതിന് ശേഷം മാത്രമേ അവരുടെ ശരീരത്തിലേക്ക് കത്തി കുത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവർ ഓപ്പറേഷൻ ചെയ്യാറുള്ളൂ. എന്നാൽ ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന ഒരു മഹാന് കാല് പഴുത്തു.
ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന മഹാനവറുകളുടെ കാല് പഴുത്തു. ഈ കാല് പഴുത്ത സമയത്ത് വൈദ്യന്മാര് വന്നിട്ട് പറഞ്ഞു, കാല് മുറിക്കണം. എന്താണ്? കാല് മുറിക്കണം. ഒരു മരുന്ന് പോലും ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ ഉപയോഗിച്ചില്ല. പക്ഷെ വൈദ്യന്മാര് കാല് മുറിച്ചു. ഒരു തരി വേദന പോലും ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ എടുത്തില്ല. എന്തുകൊണ്ടാണ്? ഓക്കെ, നിങ്ങൾ ഒരു MDMA സ്റ്റാമ്പോ കഞ്ചാവോ കള്ളോ ഹറാമായ ഒരു പദാർത്ഥങ്ങളോ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ ഉപയോഗിച്ചില്ല. ഒരു മയക്കുമരുന്ന് പോലും ഉപയോഗിച്ചില്ല. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാല് വൈദ്യന്മാര് പച്ച ഇറച്ചിയിൽ കാല് വെട്ടി. പക്ഷേ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾക്ക് വേദന എടുത്തില്ല. കാരണം എന്തേ? പള്ളിയിൽ വന്നിട്ട് ഉസ്താദന്മാരോട് ചൂടാകുന്നവര്, കമ്മറ്റിക്കാരോട് ചൂടാകുന്നവര് അല്ലെ. ഇപ്പോ ഞാൻ സ്നേഹത്തിൽ പറയാ, ഇതിപ്പോ ഒരു പുതിയ പള്ളിയാ. ഈ പള്ളിയില് നമ്മുടെ പരിപാലകർ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? പള്ളിയിൽ ആര് നിസ്കരിക്കാൻ വന്നാലും അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് ആരുടെ കടമയാ? പള്ളിയുടെ പരിപാലകരുടെയും നിങ്ങളുടെ നാട്ടുകാരുടെയും കടമയാ. ഇവിടെ കൊണ്ടോന്നറിയില്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് ചില പള്ളികളിൽ നിസ്കരിക്കാൻ ഔവലു വക്കത്തിൽ ആദ്യത്തെ ജമാഅത്തിൽ മാത്രമേ ഫാൻ ഇടാൻ പാടൂ. പിന്നീടുള്ള നിസ്കാരത്തിലൊന്നും ഫാൻ ഇടാൻ പാടില്ല. പിന്നീടുള്ള നിസ്കാരത്തിൽ ഫാൻ ഇടാൻ പാടില്ല. പിന്നെ ചില പള്ളിയിലൊക്കെ ഉണ്ട്, എന്താണെന്നറിയോ, ഈ ഇവിടെ ഉണ്ടാകൂല ആ പ്രശ്നം, റോഡ് സൈഡുകളിലെ പള്ളിയിൽ ആ പ്രശ്നം ഉണ്ടാകുക. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ കയറുമ്പോൾ ചിലപ്പോൾ ബാത്റൂമിൽ പോകേണ്ടി വരും. ബാത്റൂമിൽ ചെന്ന് കയറുമ്പോഴായിരിക്കും മറ്റേ ഫെഡറൽ ബാങ്കിന്റെ ATM പൂട്ടി വെച്ചതുപോലെ പള്ളി കമ്മിറ്റിക്കാര് ബാത്റൂം പൂട്ടി വെച്ചിട്ടുണ്ടാകും. അല്ലാഹു കാത്തിരിക്കട്ടെ. പാടില്ല. നിസ്കരിക്കാൻ വരുന്നവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് ആരുടെ ബാധ്യതയാ? പള്ളി കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും ബാധ്യതയാ. പിന്നെ ചില ആളുകളുണ്ട്, എന്താണെന്നറിയോ, പള്ളി ഒരു ലോഡ്ജായിട്ട് കാണുന്ന ചില ചങ്ങാതിമാരുണ്ട്. എങ്ങനെ? പള്ളിയിൽ വരും, പള്ളിയുടെ ഓഫീസിന്റെ വൈഫൈ കട്ടെടുക്കും, എന്നിട്ട് ഫാൻ ഇടും, ലൈറ്റ് ഇടും, എന്നിട്ട് ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് അതിൻ്റെ അകത്തിരുന്ന സിനിമ കാണുന്നവർ, TV കാണുന്ന ചില ചെറുപ്പക്കാരുണ്ട്. കളികൾ പോലും, ഫുട്ബോളും ക്രിക്കറ്റും മാച്ച് നടക്കുമ്പോൾ വീട്ടിൽ ഇരുന്ന വാപ്പ സമ്മതിക്കൂല. പള്ളിയിൽ വന്നിരുന്നാൽ ഉസ്താദ് നോക്കുമ്പോൾ നിസ്കരിക്കുന്ന പോലെ കാണിക്കുകയും ചെയ്യാം, ഖുർആൻ ഓതുന്ന പോലെ കാണിക്കുകയും ചെയ്യാം. അതിൻ്റെ ഇടയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പള്ളിയുടെ കരണ്ട് ഉപയോഗിച്ചിട്ട്, പൊതുമുതൽ ഉപയോഗിച്ചിട്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർ അല്ലാഹു കാത്തിരിക്കട്ടെ. പാടില്ല. ആരാണ് ഉർവത്ത് ബിൻ സുബൈർ എന്ന് ഞാൻ നിങ്ങൾ പഠിക്കേണ്ട ചരിത്രമാ. ഓരോ വാപ്പമാരും അവരുടെ ജീവിതത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പകർത്തേണ്ട ചരിത്രമാ. ആരാണ് എന്റെ പ്രിയമുള്ളവരെ ഉർവത്ത് ബിൻ സുബൈർ എന്നറിയൂ? പടച്ചവനെ, പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ ഉർവത്ത് ബിൻ സുബൈർ നമസ്കരിക്കുകയാ, ഇബാദത്ത് ചെയ്യുകയാ. ഔവലു വഖത്തില് ആദ്യത്തെ ജമാഅത്തില് നിന്നുകൊണ്ട് നമസ്കരിക്കുകയാ. ഉർവത്ത് ബിൻ സുബൈർ നിന്നുകൊണ്ട് നമസ്കരിച്ചു. കാലുണ്ടല്ലോ പഴുക്കുകയാ, ചോരയുണ്ടല്ലോ കടന്നു വരികയാ. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാലതാ പഴുക്കുമ്പോ മക്കളതാ വൈദ്യന്മാരുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. വൈദ്യന്മാര് കടന്നു വരികയാ. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ ചാരത്തേക്ക് വൈദ്യന്മാരെന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. എന്നിട്ടതാ പരിശോധിക്കുകയാ. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളോട് പറയുകയാ, മുറിക്കണമല്ലോ, അപകടമാണല്ലോ, അറുത്തു കളയണമല്ലോ, കാല് മുറിച്ച് കളയണമല്ലോ. ഉർവത്ത് ബിൻ സുബൈർ പറയുകയാ, പാടില്ല, അനുവാദമില്ല, സമ്മതമില്ല. കൈ തന്നതല്ലോ, കാല് തന്നതല്ലോ, ആരോഗ്യം തന്നതല്ലോ, രോഗം തന്നതല്ലോ, അതെടുക്കാൻ കഴിവുള്ളവരുണ്ടല്ലോ, അല്ല മാത്രമാ. മുറിക്കാൻ പാടില്ല. വൈദ്യന്മാര് തിരിച്ചു പോകുകയാ. വൈദ്യന്മാര് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുകയാ. ഉർവത്ത് ബിൻ സുബൈർ ഉണ്ടല്ലോ നമസ്കരിക്കുകയോ, പടച്ചവനെ മാസങ്ങൾ കഴിയുകയോ, പടച്ചവനെ ആഴ്ചകൾ കഴിയുകയോ, പടച്ചവനെ ദിവസങ്ങൾ കഴിയുകയോ. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാലുണ്ടല്ലോ നീര് വഴികയോ, പഴുക്കുകയോ, ചീഞ്ചലമുണ്ടല്ലോ കടന്നു വരികയോ. മക്കളതാ വൈദ്യന്മാരുടെ ചാരത്ത് രണ്ടാമത്തെ തവണയുണ്ടല്ലോ കടന്നു ചെല്ലുകയോ. വൈദ്യന്മാര് കടന്നു വരികയോ. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാലതാ പരിശോധിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്,
വൈദ്യന്മാര് പറയുകയാ, മുറിച്ച് കളയണമല്ലോ, മുറിച്ച് കളഞ്ഞില്ലെങ്കിലോ അപകടമോ ദുരിതമോ ദുരന്തമോ, നിസ്കരിക്കാൻ കഴിയൂല. ഈ കാലിലെ പഴുപ്പുകളുണ്ടല്ലോ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് കടന്നു പോകുന്നതാ. ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് കടന്നുപോയാൽ നമസ്കരിക്കാൻ കഴിയൂല, ഇബാദത്ത് ചെയ്യാൻ കഴിയൂല. ആ സമയത്ത് ഉർവത്ത് ബിൻ സുബൈർ പറയുകയാ, പാടില്ലോ, പാടില്ല, നമസ്കരിക്കണമല്ലോ, ഇബാദത്ത് ചെയ്യണമല്ലോ, സുജൂദ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാ. എന്റെ കാലതാ മുറിച്ചു കൊണ്ടാൻ പറയുമ്പോ വൈദ്യന്മാര് പറയുകയാ, തങ്ങളെ നിങ്ങളെ കാലിലേക്കോ കടാലയതാ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വേദന എടുക്കുമല്ലോ, താകാൻ കഴിയൂലല്ലോ, വേദന സഹിക്കാൻ കഴിയൂലല്ലോ. ഉർവത്ത് ബിൻ സുബൈർ ചോദിക്കുകയോ, മാർഗമുണ്ടോ, വേദന എടുക്കാതിരിക്കാൻ മാർഗമുണ്ടോ, എന്തെങ്കിലും വഴികളുണ്ടോ? വൈദ്യന്മാര് പറയുകയാ, ഒരു കോപ്പ കള്ള് നിങ്ങളുടെ കൈകളിലേക്ക് തരാം, വീര്യം കൂടിയ കള്ളോ വസ്തു കൂടിയ കള്ളോ, ഈ കള്ളതാ ആരെങ്കിലും ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ മഴതല്ലോ, കാല് മുറിക്കുമ്പോ ശരീരം മുറിക്കുമ്പോ വേദന എടുക്കൂല. ഉർവത്ത് ബിൻ സുബൈർ പറയുകയാ, പാടില്ല, ഹറാമാ, അനുവദനീയമല്ലോ, കള്ളു കുടിക്കാൻ പാടില്ല. മലങ്കരയുടെ പരിസരത്ത് കള്ളു കുടിക്കുന്നവരുണ്ടോ? മലങ്കരയുടെ പരിസരത്ത് സിഗരറ്റ് വലിക്കുന്നവരുണ്ടോ? ഹാൻഷ് വെക്കുന്നവരുണ്ടോ? കൂള് വെക്കുന്നവരുണ്ടോ? ഹശീഷ് വെക്കുന്നവരുണ്ടോ? മഅദല്ലോ, റസൂലുള്ള പറയുകയാ, കള്ളു കുടിക്കുന്നവനെ, ലഹരി ഉപയോഗിക്കുന്നവനെ, റമ്മടിക്കുന്നവനെ, ബിയറടിക്കുന്നവരെ, സ്മോൾ അടിക്കുന്നവരെ, ഫുള്ളടിക്കുന്നവരെ റസൂലുള്ള പറയുകയാ, അല്ലാഹു തരുന്ന അദാബെന്താ? കള്ളു കുടിക്കുന്നവരെ നിന്നെപ്പറ്റി അല്ലാഹുവിന്റെ റസൂല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതെന്നറിയോ? റസൂലുള്ള പറയുകയാ, മൻ ശരിബൽ ഖംറ, ആരെങ്കിലും ഒരാൾ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ വ്യഭിചരിച്ചവനാ, അവനവന്റെ ഉമ്മയെ വ്യഭിചരിച്ചവനാ. എവിടെ വെച്ചെന്നറിയോ? എവിടെ വെച്ചെന്നറിയോ? ഫിൽ കഅബതി, പടച്ചവനെ കൗബാലയത്തിൽ വെച്ചു, പടച്ചവനെ കൗബയുടെ മുമ്പിൽ വെച്ചു. അവനുണ്ടല്ലോ അവനവന്റെ ഉമ്മയെ വ്യഭിചരിച്ചവനാണെന്ന് പറയുമ്പോ, നാദാ സൗഭാഗ്യം തരണ അല്ലാ, കാക്കടേ അല്ലാ. ഉർവത്ത് ബിൻ സുബൈർ പറയുകയാ, കള്ളു കുടിക്കാൻ പാടില്ല. വൈദ്യന്മാര് ചോദിക്കുകയാ, പിന്നെങ്ങനാ തങ്ങളെ കാലമുറിക്കുന്നത് എങ്ങനാണ് തങ്ങളെ? ഉർവത്ത് ബിൻ സുബൈർ പറയുകയാ, അടുത്ത വഖത്തിന്റെ സമയമാകുമ്പോ ഞാനതാ നമസ്കരിക്കാൻ കൈകൾ കെട്ടുമല്ലോ, ആ സമയത്ത് എന്റെ കാലതാ മുറിച്ചു കൊള്ളുക. വൈദ്യന്മാര് വറങ്ങലിക്കുകയാ, വൈദ്യന്മാര് കടാരയായി കടന്നു വരികയാ. അടുത്ത വഖത്തിന് ബഹുമാനപ്പെട്ടവര് നമസ്കരിക്കാൻ കൈകെട്ടുകയാ. ബാങ്ക് കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ട തങ്ങളവറുകള് നമസ്കരിക്കാൻ എന്റെ പ്രിയമുള്ളവര് കൈകള് കെട്ടുകയാ. കൈകള് കെട്ടിയിട്ടു പടച്ചവനെ വജ്ഹത്ത് ഓതുകയാ, പടച്ചവനെ ഫാത്തിഹ ഓതുകയാ. എന്നിട്ടതാ നരകത്തിന്റെ അദാബുകളെ കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ടല്ലോ, സൂറത്തുണ്ടല്ലോ, ഓതുകയാ. ആ സമയത്ത് ദുനിയാവുമായി ബന്ധമില്ല. ഉർവതങ്ങൾക്ക്, ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾക്ക് ദുനിയാവുമായി ബന്ധമില്ലോ. നമസ്കരിക്കുമ്പോൾ കുടുംബമില്ല, നമസ്കരിക്കുമ്പോ മക്കളില്ല, നമസ്കരിക്കുമ്പോ രോഗമില്ല, നമസ്കരിക്കുമ്പോ വേദനകളില്ലോ. മഅദല്ലോ, വൈദ്യന്മാരന്റെ പ്രിയമുള്ളവരെ കടാരയതാ എടുക്കുകയാ. എന്നിട്ടാ ഉർവതങ്ങളുടെ കാലുണ്ടല്ലോ മുറിച്ച് കളയുകയാ.
ചോരയതാ ഒലിക്കുകയാ, ചീഞ്ചലമതാ ഒലിക്കുകയാ, രക്തമതാ ഒലിക്കുകയാ, ചലമതാ ഒലിക്കുകയാ. ഒരു തുള്ളി പോലും വേദന എടുത്തില്ല. എന്തുകൊണ്ടാ? ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ നമസ്കരിക്കുമ്പോ ഇഖ്ലാസോടെ അതബോടെ തഖ്വയോടെ നമസ്കരിച്ചെന്ന് പറയുമ്പോ നിറഞ്ഞിരിക്കുന്നവരെ റസൂലുള്ളാഹി പറയുകയാ, മരിക്കുമ്പോ ഈമാനോടെ അതബോടെ തഖ്വയോടെ മരിക്കണമെങ്കിൽ റസൂലുള്ളാഹി പറയുകയാ, ആരെങ്കിലും ഒരാൾ നമസ്കരിക്കുമ്പോ അതബോടെ നമസ്കരിച്ചു കഴിഞ്ഞാൽ, പടച്ചവനെ പേടിച്ചുകൊണ്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉർവ തങ്ങള് നിസ്കരിക്കുമ്പോ തഖ്വയോടെ അതബോടെ നിസ്കരിച്ചു. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ കാല് മുറിച്ചപ്പോൾ വേദന എടുത്തില്ലെന്ന് പറയുമ്പോ റസൂലുള്ളാഹി പറയാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കണമെങ്കിൽ മുത്തുനബി പറഞ്ഞു, നിസ്കരിക്കുമ്പോ അതബോടെ തഖ്വയോടെ നമസ്കരിക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കല്യാണ പ്രായം 18 വയസ്സല്ലേ ഉസ്താദേ? അല്ലെ, പെണ്ണുങ്ങൾക്ക് കല്യാണ പ്രായം 18 വയസ്സല്ലേ? അല്ലേ? ഒളിച്ചോടി ഇല്ലെങ്കിൽ 18, ഒളിച്ചോടിയാ 17, 16, 15 പോകും. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ പറയണത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു വിടുമ്പോ ദീനുള്ളവർക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? കെട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ്, വല്ലാത്ത പ്രതിസന്ധിയാണ്. അല്ലേ? അല്ലാഹുവേ, നല്ല ഭാര്യ ഭർത്താക്കന്മാരെ ഞങ്ങളുടെ മക്കൾക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞാൻ പറയാ, ഒരിക്കലും സമ്പത്ത് നോക്കിയിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. സമ്പത്ത്, പൈസ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളുടെ മക്കൾ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ മുഖ്യം നോക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ ദീനാണ്. ദീനുള്ളവർക്ക് നിങ്ങളുടെ മക്കളെ എന്റെ പ്രിയപ്പെട്ടവരെ കെട്ടിച്ചു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നിസ്കാരമുള്ളവർക്ക് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കുക. ഞാൻ ഇനി പള്ളിയിലെ ഹത്തീബന്മാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ പറയണില്ല, മുഅല്ലിമീങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ പറയണില്ല. കാരണം എന്നാ പിന്നെ അവർക്ക് മാത്രമേ പെണ്ണിട്ടു, അതല്ല ഞാൻ പറയണേ. അത്യാവശ്യം നിസ്കാരവും ദീനും എന്റെ പ്രിയപ്പെട്ടവർ ഈമാനുമുള്ള ചെറുപ്പക്കാർക്ക് എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കണം. അല്ലേ? എന്നോടൊരു വാപ്പ പറഞ്ഞ, ഉസ്താദേ എന്റെ മകളുടെ കല്യാണമാ അടുത്ത ആഴ്ച, ഉസ്താദ് നിക്കാഹിന് വരണം. ഞാൻ ചോദിച്ചു, ചെറുക്കന്റെ ക്വാളിറ്റി എന്താ? ഉസ്താദെ, എന്റെ ചെറുക്കന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അവൻ കോടീശ്വരനാ ഉസ്താദെ. എന്താ കോടീശ്വരനാ. അങ്ങനെ ഓന്റെ നിക്കാഹൊക്കെ ചെയ്തു കൊടുത്തു. ആ പെൺകുട്ടിയുടെ നിക്കാഹൊക്കെ ചെയ്തു കൊടുത്തു. ഞാൻ ആ പള്ളിയിൽ ജോലി ചെയ്യുന്ന അവസാന സമയം റമളാന് മുമ്പ് എന്നോട് ആ പ്രിയപ്പെട്ട വാപ്പ വന്നിട്ട് എന്റെ റൂമിൽ വന്നിട്ട് പറയും, ഉസ്താദ് എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? ഉസ്താദേ, എന്റെ മോളുടെ ജീവിതം വല്ലാത്തൊരു പ്രതിസന്ധിയില്ല. ഞാൻ ചോദിച്ചു, എന്തേ? ഉസ്താദേ, കോടികൾ വരുമാനമുള്ള എന്റെ പ്രിയപ്പെട്ട മരുമകന് എന്റെ പൊന്നുമോളോട് ഒരു സ്നേഹമില്ല. അവളെ തല്ലു ഉസ്താദെ, ഇടുക്കും ഉസ്താദെ, അവൻ കള്ളു പോലും കുടിക്കുന്നുണ്ടെന്ന ഉസ്താദെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം എന്നോട് കരഞ്ഞിട്ട് പറയാ, ഉസ്താദേ ഞാൻ എന്റെ പൊന്നുമോളെ കെട്ടിച്ചപ്പോ ദീൻ നോക്കിയില്ല ഉസ്താദേ, പൈസ മാത്രം നോക്കിയ. അതാ പറയണേ, ദീനുള്ളവർക്ക് നിങ്ങളുടെ മക്കൾ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം. അപ്പൊ ഇവിടെയൊക്കെ ഉണ്ടാകും ഒരു പെണ്ണിന്റെയും ഒരു ചെറുക്കന്റെയും കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ചാളുകൾ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മുടെ ഈ മലങ്കരയിലേക്ക് കടന്നു വരും. ഈ മലങ്കരയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ അങ്കടി മുഖറുള്ള ഒരു പെണ്ണിനെ കെട്ടാൻ പോണെ മലങ്കരയിലുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ അങ്കടി മുഖറിൽ നിന്ന് ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ചാളുകൾ ഈ ചെറുപ്പക്കാരന്റെ സ്വഭാവം അന്വേഷിക്കാനും വീട് കാണാനും ജോലി അന്വേഷിക്കാനൊക്കെ എന്ത് ചെയ്യും? ഈ മലങ്കരയിലേക്ക് വരും. അല്ലെ? ഞാൻ പറയാ, ഒരിക്കലും മലങ്കരയിലെ ചായക്കടയിൽ കയറിയിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ സ്വഭാവം അന്വേഷിക്കരുത്. ഒരിക്കലും നമ്മുടെ മലങ്കരയിലെ ബസ് സ്റ്റോപ്പുകളിൽ കയറിയിട്ട് കാസർഗോഡുകളിലെ തെരുവുകളിൽ ഇറങ്ങിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ പറ്റി ചോദിക്കാൻ പാടില്ല. ആരോടാ ചോദിക്കണ്ടേ? ഈ ഇരുനില കെട്ടിടത്തിന്റെ, ഈ പള്ളിയുടെ ഖത്തീബാകുന്ന ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദിനോട് വന്നിട്ട് ചോദിക്കണം, ഉസ്താദേ എന്നെ മോളെ കെട്ടാൻ പോകുന്ന നമുക്ക് ഇവനാ ഉസ്താദേ, ഇവൻ എങ്ങനാ ഉസ്താദേ, ഇവന്റെ സ്വഭാവം എങ്ങനാ ഉസ്താദേ, ഇവന്റെ കുടുംബം എങ്ങനാ ഉസ്താദേ എന്ന് ആരോട് ചോദിക്കണം? നമ്മുടെ പള്ളിയിലെ ബാക്കവി ഉസ്താദിനോട് ചോദിക്കണം. ബാക്കവി ഉസ്താദ് പറയാ, ഓൻ കുഴപ്പമൊന്നുമില്ല, ഓൻ പള്ളിയിലൊക്കെ വരുന്നവനാ, ഓന്റെ കുടുംബമൊക്കെ ഉഷാറാണെന്ന് പറഞ്ഞാൽ കൈ കൊടുക്ക. ഉസ്താദ് പറയാ, ഉസ്താദിന് ചെറിയൊരു വൈക്ലഭ്യം. ഉസ്താദ് പറയാ, അത് വേണ്ടായിരുന്നു,
എന്ന് പറഞ്ഞാൽ അത് കെട്ടാതിരിക്കണേ നല്ലത്. പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ വിളവന്മാരെ. കാരണം എന്തേ? പെണ്ണിന്റെ വീട്ടിൽ നിന്നും പള്ളിയുടെ ഖത്തീബിനോട് ചോദിക്കാൻ വരുന്ന ദിവസം ഉസ്താദ് എണ്ണീക്കുന്നതിന് മുമ്പ് ഞാൻ ചങ്ങാതി പള്ളിയിലുണ്ടാകും ഉസ്താദിന് സോപ്പിടാനായിട്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ പള്ളിയുടെ റൂം തുറന്നാൽ പള്ളിക്കകം കാണാൻ കഴിയും, എൻ്റെ റൂം തുറന്നാൽ പള്ളിക്കകം കാണാൻ കഴിയും. ഒരു ദിവസം ഞാൻ എൻ്റെ റൂം ഇങ്ങനെ തുറക്കുമ്പോൾ 4 മണിക്കാണ് തുറന്നേ. എവിടെ വഴുത് കഴിഞ്ഞിട്ട് വന്നതാ. നേരെ വന്ന് എൻ്റെ പുറകിലത്തെ റൂം ഡോർ വഴി ഇങ്ങനെ റൂമിലോട്ട് കയറി പള്ളിയുടെ റൂം ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ പള്ളിക്കകത്തൊരു ചെറുപ്പക്കാരൻ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഇബാദത്ത് ചെയ്യാം. പള്ളിക്കകത്ത് ഒരു ചെറുപ്പക്കാരൻ ഇബാദത്ത് ചെയ്യാം. ഇവന്റെ മുഖം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനും പള്ളിയിൽ കയറാറില്ല, ഇവന്റെ വാപ്പായും പള്ളിയിൽ കയറാറില്ല. അള്ളാഹുവേ, ഞാൻ ഇവന്റെ ചാരത്ത് ചെന്നിട്ട് ഇവന്റെ തോളിൽ ഇങ്ങനെ കൈവച്ചു. പെട്ടെന്ന് ഇങ്ങനെ ചാടി എണ്ണിച്ചു. പടച്ചോനെ ശൈത്താനോ ജിന്നാണെന്നോ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചാടി എണ്ണിച്ചു. ഞാൻ ചോദിച്ചു, നീ എന്താടാ 4 മണിക്ക് പള്ളിയിൽ? ആ സ്ത്രീകളുടെ ഭാഗത്ത് ഇവിടെ ബക്കറ്റില്ലേ? ഇവിടെ ലാസ്റ്റ് മുസാഫത്തിയാണ് നിക്കർ ഒഴിഞ്ഞവരെ ഇനി ഇൻഷാ അല്ലാഹ്. അപ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരുന്നുണ്ട്. കൊടുക്കാൻ പറ്റുന്നവരൊക്കെ കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്ത്രീകൾ അവിടെ ഉണ്ടാവില്ല, കാണാൻ പറ്റണില്ല, എല്ലാവരും മറച്ചിട്ടിരിക്കുന്നുണ്ട്, കാണാൻ പറ്റണില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് വരും. അവിടെ ലൈറ്റ് ഇല്ല ഉസ്താദേ? ലൈറ്റ് ഉണ്ടോ? കാരണം എന്താ പറയുക, 500 ഇട്ടിട്ട് വേണം 490 എടുത്തുകൊണ്ട് പോകും. അതാ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, അവിടെ ലൈറ്റൊക്കെ ഇട്ട് എന്ത് ചെയ്യുക, ബക്കറ്റുമായിട്ട് എല്ലായിടത്തും ചെല്ലുക. കാരണം ഒന്ന് സ്ത്രീകൾ കറുത്ത ബർദ ഇടുന്നത്, അപ്പോൾ ഇതിലൊക്കെ കാണാൻ പറ്റില്ല. ഇങ്ങനെ ബക്കറ്റ് വരുന്നു, ഹൈമ വരുന്നുണ്ട്, കുഞ്ഞിങ്ങനെ ഇരിക്കും ഇടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ആരെങ്കിലും ഒരാളെ ബക്കറ്റ് കൊടുത്തു വിടുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ചെറുപ്പക്കാരൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ്റെ വാപ്പായി റമദാനിന് പോലും പള്ളി കയറാത്തവനാ. ഞാൻ ചോദിച്ചു, 4 മണിക്ക് നീ എന്താ പള്ളിയിൽ? 4 മണിക്ക് നീ എന്താടാ പടച്ചവന്റെ പള്ളിക്കകത്ത്? ഉസ്താദേ, നന്നാകാമെന്ന് തീരുമാനിച്ചു ഉസ്താദേ. എന്നോട് പറയാം, നന്നാകാമെന്ന് തീരുമാനിച്ചു ഉസ്താദേ. എനിക്കവിടെ വിശ്വാസം പറഞ്ഞില്ല, കാരണം ഞാനും ചെറുപ്പ. ഞാൻ ചോദിച്ചു, എടാ 4 മണിക്കൊക്കെ നീ പള്ളിയിൽ വരുമോ? ഉസ്താദ് ഒന്നുമില്ല ഉസ്താദെ, റമളാനൊക്കെ അല്ലേ വരുന്നത്, റജബായി ശഅബാനൊക്കെ ആകുന്നു, റമളാൻ ഇങ്ങനെ ആയി വരുന്നു, നന്നാകാമെന്ന് തീരുമാനിച്ചു. എനിക്ക് അപ്പോഴും വിശ്വാസം വന്നില്ല. എനിക്കൊരു 26 വയസ്സോനെ കണ്ടാലുണ്ട്. കാരണം അവൻ്റെ നിക്കാഹ് കഴിയണമെങ്കിൽ ഞാൻ എന്തായാലും വിചാരിക്കണം, ഞാൻ പള്ളിയുടെ ഖത്തീബാണ്. ഞാൻ ചോദിച്ചു, നിന്റെ നിക്കാഹ് എന്തായാലും കഴിഞ്ഞിട്ടില്ല, 26-27 വയസ്സുണ്ട്. എടാ ഇന്നെങ്ങാനും നിന്റെ കല്യാണാലോചന എങ്ങാനും ചോദിച്ചപ്പോൾ അപ്പം പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് പറയാം, മുടക്കല്ലേ ഉസ്താദെ. എന്താ പറഞ്ഞേ, എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു ഉസ്താദെ. ആ പെൺകുട്ടിയുടെ വാപ്പ കെട്ടിച്ചേരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നെപ്പറ്റി അന്വേഷിക്കാൻ നിങ്ങളുടെ അടുത്ത് വരുമെന്നാ പറഞ്ഞേ. എന്നെപ്പറ്റി ചോദിച്ച എൻ്റെ സ്വന്തം വാപ്പ പോലും എന്നെപ്പറ്റി നല്ലത് പറയൂല. നിങ്ങളെങ്കിലും നല്ലത് പറയണം ഉസ്താദെ, ഞാൻ ഇനി പള്ളിയിൽ നിസ്കരിച്ചോളാം എന്നൊരു ചെറുപ്പക്കാരൻ പറയുമ്പോൾ നമ്മുടെ അടുത്ത് നടക്കൂല. ചില പ്രായമുള്ള സാധുക്കളാകുന്ന ഉസ്താന്മാരുണ്ട്. ഓരോ പോക്കറ്റ് ഒരു 500 ഇട്ടെടുത്ത് ഒരു കുഴിമന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, ഉസ്താദെ നടക്കണ്ട ഉസ്താദെ, വീട്ടിൽ ഞങ്ങളും ഉണ്ടാക്കി തരാം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഉസ്താദ് വീണമെന്നിരിക്കും. ചിലപ്പോൾ ചെറുപ്പക്കാരാകുന്ന പണ്ഡിതന്മാര് വീണമെന്നില്ല, അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞല്ല. മലപ്പുറം ജില്ലയിലെ ഒരു ഉസ്താദ് പ്രേമത്തിനെതിരെ ക്ലാസ് എടുത്തു. സുബ്ഹാനല്ലാഹ്. പാതിരാത്രിയിൽ ഉസ്താദിന്റെ മുറിയിൽ ഒരാൾ വന്ന് കൊട്ടുക. ആരാ കൊട്ടണേ? ഉസ്താദ് മദ്രസയിലെ പ്രേമത്തിനെതിരെ ക്ലാസ് എടുത്തപ്പോ അതിലിരുന്നൊരു മുസ്ലിം പെൺകുട്ടി എന്റെ പ്രിയപ്പെട്ടവരെ കാമുകനോട് ചെന്നിട്ട് പറയാ, ഞങ്ങളുടെ പള്ളിയിലെ മുഅല്ലിം ഉസ്താദ് ഖത്തീബ് ഉസ്താദ് പ്രേമത്തിനെതിരെ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഓനൊന്ന് ഷെയ്പ്പാക്കണം. പാതിരാത്രി ഉസ്താദിനോട് വന്നിട്ടൊരു പത്രത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ വല്യുമ്മക്ക് സുഖമില്ല. എന്താ പറഞ്ഞേ? ഉമ്മയുടെ ഉമ്മക്ക് സുഖമില്ല, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യാൻ വരണം. പാവപ്പെട്ട ഉസ്താദ് മുണ്ടുമ്മേ നിന്ന് ഉസ്താദ് നേരെ തന്നെ ട്രൗസറും പാൻസൊക്കെ ഇട്ട് കമീസൊക്കെ ഇട്ട് തലപ്പാവൊക്കെ ധരിച്ച്, അല്ലാഹുവേ ഒരു ഉമ്മയുടെ ചാരത്ത് ദ്വാരക്കാൻ പോവല്ലേ, അത്തറൊക്കെ തേച്ച് നല്ല ഈമാനുള്ള മുഖമായിട്ട് ഉസ്താദ് ഇറങ്ങി. വണ്ടിയിൽ കയറ്റി ഉസ്താദിനെ ശരിക്ക് തല്ലി. അങ്ങോട്ട് പോയപ്പോൾ വെള്ള കമീസ് ഇട്ട് ഉസ്താദ് ഇറങ്ങുമ്പോൾ ചുവപ്പ് കമീസ്. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഉസ്താദന്മാർക്ക് ദീൻ പറയാൻ പറ്റാത്ത കാലഘട്ടം, അല്ലേ? അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ പറഞ്ഞല്ല, കാസർഗോഡ് ജില്ലയിൽ ബേക്കലിൽ ഒരു ഓഡിറ്റോറിയത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ നിക്കാഹ് നടന്നപ്പോ അവിടുത്തെ പണ്ഡിതൻ പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കാൻ പാടില്ല, അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് മാന്യതയിൽ പറഞ്ഞപ്പോ അവിടുത്തെ ചെറുപ്പക്കാർ ഉസ്താദിന്റെ നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞൊരു രംഗമുണ്ട്, നിങ്ങളാരാ ഇത് പറയാൻ? എടോ, ആ ഉസ്താദാണ് ദീൻ പറയേണ്ടത്, പള്ളിയുടെ കമ്മിറ്റിയല്ല, പള്ളിയുടെ ചെറുപ്പക്കാരല്ല, ആ നാട്ടിലെ കാരണവന്മാരല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ മസ്അലയും അവിടുത്തെ ദീനീ ബോധവും നടത്തേണ്ടത് ആ പള്ളിയിലെ ഖത്തീബ. ഉസ്താദ് ചങ്കൂറ്റത്തോടെ പറഞ്ഞ വാക്യമുണ്ട്, പെണ്ണുങ്ങൾ മാറാതെ നിക്കാഹ് നടത്തി തരൂല, അല്ലേ? ഇപ്പോ നമ്മുടെ പള്ളിയിലൊക്കെ ഉണ്ടാകും മാസവരി പിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഇല്ലേ? ഇവിടെ ഉണ്ടോ മാസവരി? ഉണ്ടോ ഇവിടെ? എത്ര മാസം എത്ര വരുന്നത്? 200 കൂട്ടണ്ടല്ലോ, 200 തന്നെ, 200 രൂപ, അല്ലേ? ഈ ചില ആളുകളുണ്ട്
ഈ 200 രൂപ മാസം കൊടുക്കാത്ത ചില ആളുകളുണ്ട്. പൈസ ഇല്ലെങ്കിൽ ഓക്കെ, അത് കമ്മിറ്റിക്കാർ വിട്ടുവീഴ്ച നൽകും. പക്ഷേ പൈസ ഉണ്ടായിട്ട് മുഴപ്പ് കാണിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാത്ത ചില ആളുകളുണ്ട്. ഓരൊക്കെ പിടിക്കുന്നൊരു ദിവസമുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലൊരു കല്യാണം നടക്കണം, അല്ലെങ്കിൽ മരിപ്പ് നടക്കണം. അല്ലേ? കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് റെസീറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ വാപ്പ വരും. അപ്പൊ സെക്രട്ടറി ഒരു ബില്ല് കൊടുക്കാറുണ്ട്. എന്താ? ഇത്ര കുടിശ്ശിക നിങ്ങൾ പള്ളിക്ക് കൊടുക്കാനുണ്ട്, ഇത്ര കുടിശ്ശിക പള്ളിക്ക് കൊടുക്കാനുണ്ട്, എന്നാൽ മാത്രം നിങ്ങൾക്ക് നിക്കാഹ് നടത്താം എന്ന് പറഞ്ഞതുപോലെ പള്ളിയിലെ ഖത്തീബന്മാർക്കും പറയാനുള്ള ചങ്കൂറ്റുണ്ട്. എന്തേ? നിക്കാഹിന് വരുമ്പോൾ പറയും, നേരെ ചൊവ്വേ നടന്നില്ലെങ്കിൽ നിക്കാഹ് ചെയ്തരില്ല, നീ കള്ളു കുടിച്ചാൽ നിനക്ക് നിക്കാഹ് ചെയ്തരില്ലെന്ന് പറയാനുള്ള ആർജവം നമ്മുടെ ഉസ്താദന്മാർ കാണിക്കാറുണ്ട്. അതുകൊണ്ട് പറയാ, മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ദീനുള്ളവർക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ, എന്റെ പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും ഫാനിൽ കെട്ടി തൂങ്ങേണ്ടി വരും. അല്ലാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകട്ടെ. അപ്പൊ നിസ്കരിക്കുമ്പോൾ അതബോടെ തഖ്വയോടെ നിസ്കരിക്കുന്നവരാരാ? അവരെന്റെ പ്രിയപ്പെട്ടവർ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാര ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വാപ്പയും ഉമ്മയും മരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കപ്പ. അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ, അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ. നിങ്ങളുടെ ഖബർസ്ഥാൻ എവിടെ? നിങ്ങളുടെ ഖബർസ്ഥാൻ എവിടെ? തൊട്ടപ്പുറത്താ. ഞാൻ ചോദിക്കട്ടെ, ആഴ്ചയിൽ 7 ദിവസം നിങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും ഖബറിന്റെ ചാരെ സിയാറത്ത് ചെയ്യാൻ പോകുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ. ആരെങ്കിലും ഉണ്ടോ? 1 2 ആഴ്ചയിൽ 7 ദിവസം പോകണം, അടുപ്പിച്ച് പോകണം. ഉണ്ടോ? 3 ഉണ്ടോ? 3 പേരേ ഉള്ളൂ. ഞാൻ കുറ്റപ്പെടുത്തുകയില്ല, ഒരു മാറ്റം നമുക്ക് വേണം കേട്ടോ. മൂന്നാമത്തെ വിഭാഗമാരാ? മരിക്കുമ്പോ ഈമാനോടല്ല ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മൂന്നാമത്തെ വിഭാഗമാരാ. ഒരു 15 മിനിറ്റ് കൂടുതൽ കേട്ടോ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ, ആരെങ്കിലും ഒരാൾ വാപ്പയുടെ പൊരുത്തം വാങ്ങിച്ചാൽ, ഉമ്മയുടെ പൊരുത്തം വാങ്ങിച്ചാൽ, അൽഹംദുലില്ലാഹ്, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, മരിക്കുമ്പോ സ്വർഗത്തിലേക്ക് കടക്കുന്നതാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടതാ മരിക്കുമെന്ന് പറയുമ്പോ, വാപ്പയെ തെറി പറയുന്ന മക്കളുള്ള കാലഘട്ടമോ, ഉമ്മയെ തെറി പറയുന്ന മക്കളുള്ള കാലഘട്ടമോ പാടില്ല ചെറുപ്പക്കാരാ, പാടില്ല ചെറുപ്പക്കാരാ. സ്വത്തിന്റെ പേരിലാകട്ടെ, ഈഗോയുടെ പേരിലാകട്ടെ, കുടുംബ പ്രശ്നത്തിന്റെ പേരിലാകട്ടെ, ഭാര്യയുടെ പേരിലാകട്ടെ, ഭർത്താവിന്റെ പേരിലാകട്ടെ, വാപ്പയുടെ പൊരുത്തമില്ലാതെ മരിച്ചുപോയാൽ, ഉമ്മയുടെ പൊരുത്തമില്ലാതെ മരിച്ചുപോയാൽ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കൂല, ഇസ്സത്തോടെ മരിക്കൂല. പടച്ചവനെ, വാപ്പയെ തെറി പറയുന്ന മക്കളാ, ഉമ്മയെ തെറി പറയുന്ന മക്കളാ, വാപ്പയുടെ പൊരുത്തമില്ലാതെ ഒളിച്ചോടുന്ന മക്കളോ, ഉമ്മയുടെ പൊരുത്തമില്ലാതെ ഒളിച്ചോടുന്ന മക്കളാ, പാടില്ല, പാടില്ല. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, അവരുണ്ടല്ലോ മരിക്കുമ്പോ ഈമാനോടെ മരിക്കൂല, മുഖം കെട്ടുകൊണ്ട് മരിക്കേണ്ടി വരുന്നതോ. നാദാ, വാപ്പയുടെ പൊരുത്തമുള്ള ജീവിതങ്ങളോ, ഉമ്മയുടെ പൊരുത്തമുള്ള ജീവിതങ്ങളോ തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങിക്കുന്നവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് അല്ലാഹുവിനെ സ്വീകരിക്കുക റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ. ഞാൻ പറയാ, ആഴ്ചയിൽ 7 ദിവസം സിയാറത്ത് ചെയ്യാൻ പോകാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ചാരത്തേക്കൊരു ഫാത്തിഹയെങ്കിലും ഒരു ദിവസം നമ്മൾ എന്റെ പ്രിയപ്പെട്ടവർ ഓതാൻ കഴിയണം. അല്ലേ? കൈയുള്ളപ്പോൾ അതിന്റെ വില അറിയില്ല, കാലുള്ളപ്പോൾ അതിന്റെ വില അറിയില്ല, ഉമ്മയുള്ളപ്പോൾ അതിന്റെ വില അറിയില്ല, വാപ്പയുള്ളപ്പോൾ അതിന്റെ വില അറിയില്ല. മോനെ, അവര് നഷ്ടപ്പെട്ടാൽ അത് വല്ലാത്ത വേദനയാണ്. നമ്മൾ വണ്ടി എടുത്ത് പുറത്തേക്ക് പോകുമ്പോ നമ്മുടെ ഉമ്മയും ബാപ്പയും നമുക്ക് വേണ്ടി ആ സിറ്റ് ഔട്ടിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടാകും. അല്ലാഹുവേ, അവനിക്കൊരു അപകടങ്ങളും കൊടുക്കല്ലേ അല്ലാ, അവനെ തിരിച്ചു കൊണ്ടുവരണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നത് നമ്മുടെ മാതാപിതാക്കളായിരിക്കും. ഞാൻ പറയാ, മാതാപിതാക്കളും മരിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. മാതാപിതാക്കള് വിട പറഞ്ഞു പോയവരുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. കാരണം എന്തേ? നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആഫിയത്തിന് വേണ്ടി, നിങ്ങളുടെ ദീർഘായുസിന് വേണ്ടി, നിങ്ങളുടെ ദുരന്തങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല, അവര് ഖബറില. അവരുടെ ദുആ ഇല്ലെങ്കിൽ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, ഈമാൻ നൽകട്ടെ. ഇപ്പൊ ഇന്ന് ഏത് ദിവസം? ഇന്ന് ബുധനാഴ്ചയല്ലേ?
അല്ല ഇന്ന് ദിവസം തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഈ തിങ്കളാഴ്ച ദിവസമായി അല്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളൊക്കെ നമ്മുടെ പള്ളിക്കകത്തിരുന്ന് ദുആ ചെയ്തൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. എന്താണ്? അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. പടച്ചവനെ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഞാൻ പറയാ, അടുത്ത വെള്ളിയാഴ്ച ആകാൻ കാത്തു നിൽക്കണ്ട. മുത്തുനബി ഒരു ഹദീസ് പറയുന്നുണ്ട്, ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഞാൻ പറയുന്ന ആളോട് നിങ്ങൾ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് നരകത്തെ തൊട്ട് കാവൽ നൽകുന്നത് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ ഒരു ഉപ്പയുടെ ജ്യേഷ്ഠന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി എൻ്റെ നാട്ടിലൊരു പള്ളിയിൽ പോകുമ്പോൾ എന്നോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ എൻ്റെ വാപ്പ മരിച്ചുപോയി, വാപ്പയുടെ ഖബറിന്റെ ചാരം ഒന്ന് സിയാറത്ത് ചെയ്യുമോ, ദുആ ചെയ്തു. ഇവൻ എൻ്റെ കൈ പിടിച്ചിട്ട് ഇവൻ്റെ വാപ്പയുടെ ഖബറിന്റെ ചാരത്തേക്ക് കൊണ്ടുപോയി. ഒരു 5 മിനിറ്റ് ഇവൻ്റെ വാപ്പാന്റെ ഖബർ ഇവൻ തപ്പ മറ്റേ ഗൂഗിൾ മാപ്പ് ഒക്കെ ഓണാക്കിയിട്ട് വേർ ഈസ് മൈ വാപ്പാസ് ഖബർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ലൊക്കേഷൻ അടിച്ചിട്ട് വാപ്പാന്റെ ഖബർ തപ്പേണ്ട അവസ്ഥ. ഞാൻ ചോദിച്ചു, നിന്റെ വാപ്പ മരിച്ചിട്ട് എത്ര കൊല്ലമായി? ഉസ്താദേ 18 കൊല്ലമായി. ഞാൻ ചോദിച്ചു, 18 കൊല്ലത്തിന്റെ ഇടയിൽ നിന്റെ വാപ്പയുടെ ഖബറിന്റെ ചാരം നീ അവസാനമായിട്ട് വന്നത് എപ്പോഴാ? ഓൻ പറയും, ഉസ്താദേ 12 കൊല്ലം മുമ്പ്. എത്ര കൊല്ലം മുമ്പ്? 12 കൊല്ലം മുമ്പ്. ഞാൻ ചോദിച്ചു, 12 കൊല്ലം മുമ്പ് വന്ന നീ എന്ത് ഇന്ന് പെട്ടെന്നൊരു ദിവസം വാപ്പയുടെ ഖബറിന്റെ ചാര വരാനുള്ള കാരണം? അവൻ പറയാ, ഉസ്താദേ ഞാൻ പ്രവാസിയാകാൻ പോകും ഉസ്താദേ, ഞാൻ ദുബൈയിലേക്ക് പോകും ഉസ്താദേ. ഈ പ്രവാസികളൊക്കെ ഖബറിന്റെ ചാര വന്ന് തൽഫാത്തിഹ വിളിക്കേണ്ട ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനു വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയുമ്പോൾ അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ, അല്ലാഹ് ഹീമ നൽകണേ അല്ലാ. അല്ലേ, അവനിക്ക് അവന്റെ വാപ്പാനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ പള്ളിയിലെ ഖത്തീബിനെങ്കിലും വിളിച്ചോണ്ട് വന്നേനെ. ഇത് 500 റുപ്യ അവിടെ ലാഭിക്കാൻ റോഡിൽ കൂടെ പോയി എന്നെ വിളിച്ചിട്ട് കയറ്റിയിരിക്കും. അല്ലാഹു ഹീമ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറയുന്ന ഈ ഒരു ഹദീസ് നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹു നരകത്തെ തൊട്ട് കാവൽ നൽകും. പക്ഷെ ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. കത്തിച്ചൊലിക്കുന്ന അദാബുള്ള ഭയാനകതയുടെ തീജ്വാലയുള്ള പടച്ചവനെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, കാത്തു രക്ഷിക്കണേ അല്ലാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, നരകത്തെ തൊട്ട് കാവല് വേണോ, അദാബുള്ള നരകത്തെ തൊട്ട് കാവല് വേണോ, തിന്മയുടെ പ്രതിഫലങ്ങളുള്ള നരകത്തെ തൊട്ട് കാവല് വേണോ? ഏതെന്നറിയോ? മൻ കബ്ബല ഐനൈഹി ഉമ്മിഹി കാന ലഹു സിത്റൻ മിനന്നാർ. ഉമ്മയുടെ നെറ്റിത്തടത്തിന് മുത്തം കൊടുക്കുന്നവരെ, ഉമ്മയുടെ കവിൾത്തടത്തിന് മുത്തം കൊടുക്കുന്നവരെ, ഉമ്മാന്റെ നെറ്റിത്തടത്തിന് മുത്തം കൊടുക്കുന്നവരെ, കാന ലഹു സിത്റൻ മിനന്നാർ. അത് നരകത്തിൽ നിന്ന് കാവലാ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ആരാണോ മുത്തം കൊടുക്കുന്നത് അവരെന്റെ പ്രിയപ്പെട്ടവരെ നരകത്തിൽ നിന്ന് കാവലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഉമ്മാക്ക് മുത്തം കൊടുത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പോ ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. ആ ഒറ്റ വാപ്പേ ഉള്ളൂ, ഒരാളെ ഉമ്മാക്ക് മുത്തം കൊടുത്തവർ ഇവിടെ ചെറിയ മക്കൾ പോലും ഇല്ല. ഉമ്മാക്ക് നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പോ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പടച്ചവൻ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സ്വന്തം ഭാര്യയ്ക്ക് മുത്തം കൊടുത്തവരുണ്ടോന്ന് പൊക്കാനല്ല പറഞ്ഞേ, 98% ആളുകളും പൊക്കും. പക്ഷേ സ്വന്തം ഉമ്മാക്ക് മുത്തം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരുമില്ല. അല്ലാഹു ഹീമ നൽകട്ടെ. അതുകൊണ്ട് മാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങുന്നവരാരാ? അവര് മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ഈ പള്ളി പണിയാൻ അല്ലെ, ഇതിന്റെ പാവപ്പെട്ട കമ്മിറ്റിക്കാര് നിങ്ങളുടെ മുമ്പിൽ വന്നായിരുന്നു. വന്നില്ലേ? റസീറ്റ് കുറ്റിയായിട്ട് വന്നില്ലേ? ആ സാധുക്കള് വന്നു. ബക്കറ്റുമായിട്ട് വന്നില്ലേ? വന്നു. അപ്പൊ പാവപ്പെട്ട സഹോദരിമാരുടെ മുമ്പിലേക്ക് ഒരു നീല ബക്കറ്റ് ഇവിടുത്തെ കമ്മിറ്റിക്കാർ കൊടുത്തു വിട്ടിട്ടുണ്ട്. അതിലേക്ക് 1 രൂപയെങ്കിലും കൊടുക്കുന്നവരാരാ? അതിലേക്ക് സ്വതക്ക കൊടുക്കുന്നവരാരാ? ഈ പള്ളി പണിയാൻ വേണ്ടിയിട്ട് 1 രൂപയെങ്കിലും നിങ്ങൾ കൊടുത്തവരുണ്ടെങ്കിൽ, ലക്ഷങ്ങൾ കൊടുത്തവരുണ്ടെങ്കിൽ, ആയിരങ്ങൾ കൊടുത്തവരുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വത്തിന്റെ ഒരു വിഹിതം കൊടുത്തവരുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ എഴുതി വെച്ചോ, മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുന്ന 4ാമത്തെ വിഭാഗം നന്മകൾ അധികരിപ്പിക്കുന്നവരാ, സ്വതക്ക കൊടുക്കുന്നവരാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പറയണേ? മുത്തുനബിയാ പറയണേ. ആരാ പറയണേ? ലോകത്തിന്റെ റസൂലാ പറയണേ. ലോകത്തിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ
നമുക്ക് മുഴുവനും സന്മാർഗമായി കടന്നു വന്നവരാ. അള്ളാന്റെ റസൂല് ജീവിതത്തിൽ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂല് ഒരാളെ പോലും വേദനിപ്പിച്ചിട്ടില്ല. അള്ളാന്റെ റസൂല് ഒരാളുടെ പോലും കുരുത്തക്കേട് വാങ്ങിച്ചിട്ടില്ല. അതാണ് ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങള്. അള്ളാന്റെ റസൂല് പറയാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന നാലാമത്തെ വിഭാഗം അത് സ്വതക്ക കൊടുക്കുന്നവരാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുന്നാര നബിയേ ഞാൻ കാണുന്നതെന്നാ, പുന്നാര റൗളയിൽ പോകുന്നതെന്നാ, പൂമണം വീശുന്ന റൗള സുവനത്തിൽ പോകുന്നതെന്നാണോ, ഹൃദയോ ചേരുന്നതെന്നാണോ, പാപിയാം ഞാനിന്ന് പാതിരാ നേരത്ത് പരനോട് യാചിക്കുന്നേ, പ്രാവുകൾ പാറുന്ന പാവന റൗളയിൽ കാണാൻ കൊതിയാകുന്നേ, മനസ്സിന്റെ ദാഹോ തീരുന്നതെന്ന പോകുന്നതെന്നാണോ, പുന്നാര നബിയേ ഞാൻ കാണുന്നതെന്നാ, പുന്നാര റൗളയിൽ പോകുന്നതെന്നാ, പൂമണം വീശുന്ന റൗള സുവനത്തിൽ പോകുന്നതെന്നാണോ, ഹൃദയോ ചേരുന്നതെന്നാണോ. അല്ലാഹുവേ, ആ മുത്തുനബി പറയാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന നാലാമത്തെ വിഭാഗം അവർ സ്വതക്ക കൊടുക്കുന്നവരാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഞാൻ പറയണത് വെറുതെ അല്ല. നമ്മൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്ന ഒരുപാട് പാവപ്പെട്ട ചെറിയ മക്കളുണ്ട്. അല്ലേ, നമ്മളൊക്കെ പറയും, ഉസ്താദേ അവർ പാണ്ടികളല്ലേ ഉസ്താദേ, അവർ തമിഴന്മാരുടെ മക്കളല്ലേ ഉസ്താദേ, അവർക്കൊന്നും കൊടുക്കണ്ട ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ ദേഷ്യപ്പെട്ട് വിടുന്ന ചില ആളുകളുണ്ട്. ഇപ്പൊ റമളാൻ വരുമ്പോ നമ്മുടെ പള്ളിയിലൊക്കെ ചില മുത്തഅല്ലിമീങ്ങള് അവരുടെ ഗതികേട് കൊണ്ട് അവർ വരാറുണ്ട്. അവർ വന്നിട്ട് നമ്മുടെ മുമ്പിൽ രണ്ട് കരങ്ങളും നീട്ടുമ്പോ 1 രൂപ പോലും കൊടുക്കാതെ അവരെ ആട്ടിപ്പായിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ പറയാ, പാടില്ല. ആരെങ്കിലും ഒരാൾ സ്വതക്ക കൊടുത്താൽ, ആരെങ്കിലും ഒരാൾ നന്മകൾ ചെയ്താൽ, ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പള്ളിയുടെ സെക്രട്ടറി പറഞ്ഞു, ഉസ്താദേ 98% ഈ പള്ളിയുടെ പണിക്ക് വേണ്ടിയിട്ടുള്ള 90 ലക്ഷം രൂപയിൽ ഒരു ഏകദേശം പൈസയും തന്നത് നമ്മുടെ നാട്ടുകാർ തന്നെ. അല്ലാഹുവേ, ഈ പാവങ്ങൾക്ക് അതിനുള്ള അർഹമാകുന്ന പ്രതിഫലങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. മുത്തുനബിയുടെ മുമ്പിലേക്ക് ഒരു യാചകൻ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. മുത്തുനബിയുടെ മുമ്പിലേക്ക് ഒരു യാചകൻ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരിക. അവസാനത്തെ വിഷയം ഒരു 10 മിനിറ്റും കൂടെ സെക്രട്ടറി പറഞ്ഞൂടെ? വിഷയം ഒന്നുമില്ലല്ലോ, ഇല്ലെന്നോ ആന്നോ? പ്രശ്നമൊന്നുമില്ല. എന്നാ ഒരു ഉപകാരം ചെയ്യണം, എനിക്ക് നിന്നിട്ട് കാലുവേദന എടുക്കുന്നുണ്ട്, അപ്പം മോനെ ഇരിക്കണം. അതിന് മുമ്പ് എന്ത് ചെയ്യണം, എല്ലാവരും ഒന്നും കൂടി കയറി ഇരിക്കുക, തീരാൻ പോകും. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഇതിൽ 90 ലക്ഷത്തിൽ എത്ര ലക്ഷം റുപ്യ നമ്മുടെ നാട്ടുകാർ തന്നിട്ടുണ്ടാവും? എത്ര തന്നിട്ടുണ്ടാവും? ഏകദേശം ഒരു 80% ഒരു തന്നെയല്ലേ? ഒരു തന്നതാ. അത് ഒറ്റക്കെട്ടായി നിന്നിട്ടാ. അതെങ്ങനെ? ഒറ്റക്കെട്ടായി നിങ്ങൾ എല്ലാവരും നിന്നിട്ടാ. അപ്പൊ ഇൻഷാ അല്ലാ എല്ലാവരും എണ്ണീക്കോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് എണ്ണീക്കോ ഇപ്പൊ ഇൻഷാ അല്ലാ. എന്നിട്ട് ഇൻഷാ അല്ലാ അടുത്തോട്ട് പോരും. അടുത്തോട്ട് വന്ന് ഇച്ചിരി കൂടെ ശബ്ദം നിങ്ങൾക്ക് കുറഞ്ഞിട്ടു. അടുത്തോട്ട് പോരാ, പോകേണ്ടവർക്ക് പോകാം, പിരിവൊന്നുമില്ലപ്പാ. ഒന്ന് കയറിയിരുന്നു, ആ മൈക്കും ഇതൊന്നും തട്ടിയിടാതെ ഒന്ന് കയറിയിരുന്നു, കസേര എടുത്തിട്ട് ഒന്ന് അടുത്തടുത്തിരുന്നു. അവസാനത്തെ വിഷയം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിഷയം അതാ പറഞ്ഞു. ഒന്ന് അടുത്തോട്ട് പോയാൽ അടുത്തോട്ട് പോയാൽ ബുദ്ധിമുട്ട് കാണിക്കല്ലേ, മടി കാണിക്കല്ലേ. പോകേണ്ടവർക്ക് പോകാം, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം ഇൻഷാ അല്ലാ. ഇത് മാറ്റണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരുന്നപ്പോ ഓടി ഓടി ഓടിയാ ഇൻഷാ അല്ലാ. ഇത് ലാസ്റ്റ് ദിവസം തുടക്ക ദിവസം, ഇത് ഫസ്റ്റ് ദിവസം, ആദ്യ ദിവസം. ഇൻഷാ അല്ലാ പോകേണ്ടവർക്ക് പോകാം, ഒന്നുകൂടെ പറയാം, പോകേണ്ടവർക്ക് പോകാം. വേറെ ഒന്നല്ല, ഇനി ഇറങ്ങാൻ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു 10 മിനിറ്റും കൂടി ഇൻഷാ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരുന്നാൽ ഉപകാരപ്പെടും അല്ലേ? ഞാൻ ചോദിക്കട്ടെ, മക്കളെ കയറിയിരുന്നപ്പോ ആ പുറത്ത് നിൽക്കുന്ന ഒരു കമ്മിറ്റിക്കാരൊക്കെ പിരിവൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? കമ്മിറ്റിക്കാരുടെ പുറത്ത് ഓരും കയറിയിരുന്നോട്ടെ ഇൻഷാ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം പടച്ചവനെ ഈ കാണുന്ന മനോഹരമാകുന്ന പള്ളിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇനി ആ പള്ളിയുടെ മിഹ്റാബ് ഒന്ന് ശരിയാക്കണം, പള്ളിയുടെ മുകളിൽ ടൈൽസ് ഇടണം. അത്രയും കൂടെ ഇല്ലല്ലോ. എന്തായാലും 90 ലക്ഷം രൂപ കൊടുത്തു, ഒരു 7 ലക്ഷം രൂപ കൊടുത്താൽ ആ മിഹ്റാബ് നമുക്ക് റെഡിയാക്കാൻ കഴിയും. പിന്നൊരു അല്ലെ ഉസ്താദ് 5 ലക്ഷം രൂപ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?
ഈ ടൈൽസും കൂടി ഇടാൻ കഴിയും. അപ്പോൾ കമ്മിറ്റിക്കാരോട് സ്നേഹത്തിൽ പറയാനുള്ളത്, അത് എന്താണ് നിങ്ങൾ ട്രൗസർ ഊരി, എന്താണ് നിങ്ങൾ നാട്ടുകാരുടെ ട്രൗസർ ഊരി ഒന്നും കൂടി ഒന്ന് ഇറങ്ങിയാൽ, അള്ളാഹുവിലേക്ക് തവക്കലാക്കി ഇറങ്ങിയാൽ തീർച്ചയായിട്ടും ലഭിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലേ, നമ്മൾ പറയും, കമ്മിറ്റിക്കാരെ കാണുമ്പോൾ ചിലപ്പം പറയും, വരുന്നുണ്ട്, പിരിവുകാർ വരുന്നുണ്ട്, എന്താ പറയണേ, പിരിവുകാർ വരുന്നുണ്ട്, എങ്ങനെയെങ്കിലും മാറിയാൽ മതി എന്ന് നമ്മൾ പറയും. പക്ഷേ ആ ചങ്ങാതിമാരോട് ഇസ്സത്ത് മറന്നിട്ട് കൈ നീട്ടിയത് പള്ളിക്ക് വേണ്ടിയിട്ട്. അഫ്ദലുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അല്ലാഹുവേ, ആ പള്ളിക്ക് വേണ്ടി സദഖ കൊടുത്തവരൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ. എനിക്ക് ഇത്തിരി വെള്ളം തരുമോ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറയാ, മുത്തുനബി പറയാ, ദാനധർമ്മം ചെയ്യുന്നവരാരാ, അവരും മരിക്കുമ്പോ ഈമാനോടെ മരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഭാര്യമാര് മരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ, സ്വന്തം ഭാര്യ മരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ. ആരുമില്ല. ഒരു വാപ്പയുണ്ട്. അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ, അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ, ഭാര്യ മരിച്ചാലേ അതിന്റെ വേദന അറിയൂ. ഭാര്യ മരിച്ചാലേ അതിന്റെ വേദന അറിയൂ. അല്ലേ, അള്ളാഹുവേ, ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വില നമുക്കറിയില്ല. ഭാര്യ മരിച്ചവരൊക്കെ ഈ ചരിത്രം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 6 മാസം മുമ്പ് കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്ത് വയലിന് പോയിട്ട് ഒരു വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വീട്ടിലെ 92 വയസ്സുള്ള വാപ്പയും 70 വയസ്സിനോളം അടുത്തുള്ള ഒരു ഉമ്മയും കൂടി ഇങ്ങനെ സംസാരിക്കുക. പ്രായമുള്ളവരാ, ഭാര്യയും ഭർത്താവുക, അപ്പുറത്തും താത്തല്ല, ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ ഞാനിങ്ങനെ അവരുടെ ചാരത്തേക്ക് ഇങ്ങനെ കടന്നു ചെന്നു. സ്വർഗത്തിലെ കട്ടുറുമ്പിനെ പോലെ അവരുടെ ഇടയിലേക്ക് ഞാൻ ഇത് കടന്നു ചെന്നപ്പോ പെട്ടെന്ന് തന്നെ ആ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, ഉസ്താദ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഭർത്താവിനോട്, 92 വയസ്സുള്ള ഭർത്താവിനോട്. അപ്പൊ ഉസ്താദ്, അപ്പൊ ഞാനിങ്ങനെ ചെന്ന സമയത്ത് എന്നോട് അവരിങ്ങനെ സംസാരമൊക്കെ ചോദിച്ചു, മോനെ വീടെവിടാ, പ്രസംഗം ഞങ്ങൾ കേൾക്കാറില്ല, കാരണം ഞങ്ങൾക്ക് പ്രായമല്ലേ, ഞങ്ങൾ മൊബൈൽ യൂട്യൂബ് ഒന്നും ഉപയോഗിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഒരു മകനുണ്ട്. ഈ മകൻ ഇങ്ങനെ കടന്നു വന്നു. പള്ളിയുടെ സെക്രട്ടറി ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഇങ്ങനെ വന്നിട്ടൊരു 3 ഗുളിക എടുത്ത് വാപ്പാനെ കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാ മരുന്ന് കഴിക്കാൻ സമയമായി, കഴിക്കാൻ പറഞ്ഞു. മരുന്ന് കൊടുത്തു. ഈ വാപ്പ ഈ 3 ഗുളിക എടുത്ത് വായിൽ വെച്ചു. ഒറ്റടിക്ക് തന്നെ വായിൽ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ മേടിച്ചു, ബിസ്മി ചൊല്ലി കുടിച്ചു. വെള്ളം മുഴുവനും കുടിച്ചില്ല, പകുതി കുടിച്ചു. പകുതി കുടിച്ചു. എന്നിട്ട് ഈ 70 വയസ്സോളം ഉള്ള ഉമ്മയുടെ കയ്യിലേക്ക് വെള്ളം കൊടുത്തിട്ട് പറയാ, ബാക്കി നീ കുടിക്കുക. ബാക്കി നീ കുടിക്കുക. പെട്ടെന്ന് ഇനി ഉമ്മാക്ക് 70 വയസ്സുണ്ട് ഉമ്മാക്ക് ഇങ്ങനെ നാണം വരെ, ഉസ്താദ് കാണൂലേ, ഉസ്താദ് ചെറുപ്പക്കാരൻ, ഉസ്താദ് കണ്ടച്ചോളും, നീ കുടിക്കുന്ന പറഞ്ഞു. അങ്ങനെ ഈ ഉമ്മ ഈ വെള്ളം എടുത്തിട്ട് ഭർത്താവ് മുത്തിയ പാടെവിടെ ഇങ്ങനെ നോക്കുക. ഇത് നോക്കിയിട്ട് ഈ ഉമ്മ ഇങ്ങനെ കുടിക്കുക. അതാണ് കുടുംബജീവിതം എന്ന് പറയാം, അതാണ് സ്നേഹം എന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കഴിച്ച പാത്രത്തിൽ നമ്മുടെ ഭാര്യമാര് ഭക്ഷണം കഴിക്കാറുണ്ടോ? നിങ്ങൾ ഭർത്താക്കന്മാര് കഴിച്ച പാത്രത്തിൽ നിങ്ങളുടെ ഭാര്യമാര് ഭക്ഷണം കഴിക്കാറുണ്ടോ? കുറവാ. ഞാൻ പറയാ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സ്നേഹം വേണം, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിക്കണം. ഭാര്യ ഭരിച്ച പാത്രത്തിൽ, ഭർത്താവ് കഴിച്ച പാത്രത്തിൽ എന്ത് ചെയ്യണം? പരസ്പരം കഴിക്കാൻ പഠിക്കണം. ഭാര്യയുമായിട്ട് കഴിക്കാനിരിക്കുമ്പോൾ ഭാര്യയുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കണം. ഭർത്താവ് കഴിക്കാനിരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കാൻ പഠിക്കണം. എന്നാൽ അവരുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്നാണ്. അല്ലേ, ആ ഭാര്യ നഷ്ടപ്പെടുമ്പോളെ നമുക്കതിന്റെ വേദന അറിയൂ. ഭർത്താവ് നഷ്ടപ്പെടുമ്പോളെ അതിന്റെ വേദന നമുക്കറിയൂ. ഒരിക്കല് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ, ഒരു മയ്യത്തിന് ഏറ്റവും കൂടുതൽ വേദന എടുക്കുന്ന സന്ദർഭം എപ്പോഴാണ് നബിയേ? ഒരു ജനാസയ്ക്ക്, ഒരു മയ്യത്തിന് മരിച്ചു കഴിഞ്ഞാൽ, റൂഹ് പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് നബി ഏറ്റവും കൂടുതൽ വേദന എടുക്കുന്നത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ഒരു മയ്യത്തിനെ കഫം പുടവയിൽ പൊതിഞ്ഞിട്ട്, ജനാസയെ പൊതിഞ്ഞിട്ട് സന്തൂക്കിലേക്ക് കയറ്റിയിട്ട് വീടിന്റെ ഉമ്മറത്തെ വാതിലിലൂടെ മയ്യത്തിങ്ങനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ, സർവരെയും വിട്ടുകൊണ്ടുപോകുമ്പോ, ഉറ്റവരെ വിട്ടുകൊണ്ടുപോകുമ്പോ, മക്കളെ വിട്ടുകൊണ്ടുപോകുമ്പോ, കുടുംബാദികളെ വിട്ടുകൊണ്ടുപോകുമ്പോ, മാതാപിതാക്കളെയും കൂട്ടുകാരെയും പ്രവർത്തകരെയും ഉസ്താദന്മാരെയും വിട്ടുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് വീടിന്റെ ഉമ്മറത്ത് നിന്ന് ജനാസ ഇറക്കുമ്പോ ആ മയ്യത്തിന് താങ്ങാൻ കഴിയൂലയും ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഞാനും ഇവിടുത്തെ ഉസ്താദന്മാരും നിങ്ങളുമൊക്കെ മയ്യത്ത്, നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ദുആ ചെയ്യാൻ പോകാറുണ്ട്. ദുആ ചെയ്ത് മയ്യത്ത് ഇങ്ങനെ സന്തൂക്കിലേക്ക് കയറ്റിയിട്ട് നമ്മുടെ ജനാസ ഇങ്ങനെ നമ്മുടെ കൂട്ടുകാർ കൊണ്ടുപോകുമ്പോ വീടിന്റെ അകത്ത് നിന്ന് നമ്മുടെ ഭാര്യ നിലവിളിക്കും, നമ്മുടെ മക്കള് കരയും, നമ്മുടെ മാതാപിതാക്കള് കരയും, എന്റെ ഇക്കാരെ കൊണ്ടുപോകല്ലേ, ജീവിച്ചു കൊതി തീർന്നില്ല,
എന്റെ ഇക്കിച്ചാക്ക് ഞാൻ അവസാനമായി ഒരു മുത്തം കൊടുത്തോട്ടെ. എന്റെ പ്രിയപ്പെട്ട പിതാവിനെ കണ്ടുകൊതി തീർന്നില്ല. എന്റെ പ്രിയപ്പെട്ട പിതാവിനെ എനിക്ക് അവസാനമായി ഒന്നും കൂടി കാണണം. എന്റെ വാപ്പിച്ചാക്ക് എനിക്കൊരു മുത്തം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് റൂമിന്റെ അകത്ത് കിടന്നുകൊണ്ട് നമ്മുടെ മക്കളും മാതാപിതാക്കളും ഭാര്യമാരും കരയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ തിരിച്ചു കൊണ്ടുപോകില്ല. നബി തങ്ങൾ പറഞ്ഞു, ഒരു മയ്യത്തിന് ഏറ്റവും കൂടുതൽ വേദന എടുക്കുന്നത് ആ മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ വീടിന്റെ ഉമ്മറത്ത് നിന്ന് ഇറക്കുമ്പോഴാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. വണ്ടി ഇടിച്ചു മരിക്കുന്ന മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ചോക്ലേറ്റുമായിട്ട് ഞങ്ങളുടെ വീടിന്റെ വാതിക്കല് ഞങ്ങളെ കാത്തു നിൽക്കുന്ന, ഞങ്ങൾ ചെല്ലുമ്പോ ഞങ്ങൾ ചോക്ലേറ്റ് കൊണ്ട് ചെല്ലുന്നത് കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മുമ്പിലേക്ക് മൂക്കിൽ പഞ്ഞി വെച്ച് തലയിൽ തുണിയിട്ട് കഫം പുടവയിൽ പൊതിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞങ്ങളുടെ മയ്യത്ത് കൊണ്ട് ചെല്ലുന്ന ഒരു ഗതികേടി പാവപ്പെട്ട ഒരാൾക്കും നീ കൊടുക്കല്ലേ അല്ലാ. കബൂലാക്കണേ അല്ലാ. ഭാര്യ മരിച്ചവരെ ഈ ചരിത്രം പഠിച്ചോ. വേദനിപ്പിക്കുന്ന ചരിത്രമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. ആദരമാകുന്ന പ്രവാചകന്റെ ചാരത്തേക്ക് ഒരു യാചകനതാ കടന്നു വരികയാ. എന്നിട്ടതാ കരയുകയാ. സഹാബാ, ആദരവാകുന്ന പ്രവാചകന്റെ ചാരത്തേക്ക് ഒരു യാചകനതാ കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, വിശക്കുന്നു നബിയേ, സങ്കടമാണ് നബിയേ, ദാരിദ്ര്യമാണ് നബിയേ. ആദരവാകുന്ന പ്രവാചകനോട് പറയുമ്പോ റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുകയാ. ആയിഷ ബീവിയതാ പറയുകയാ, സങ്കടമാ, നൊമ്പരമാ, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ലോകത്തിന്റെ പ്രവാചകനതാ കൈവിടുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദൂരെ കാണുന്ന വീട് അതെന്റെ ഫാത്തിമയുടെ വീടോ, അതെന്റെ കരളിന്റെ കഷണമാകുന്ന ഫാത്തിമയുടെ വീടാ. അവിടെ ചെന്നുകൊണ്ട് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാത്തിമയുണ്ടല്ലോ ഭക്ഷണം തരുന്നതാ, വെള്ളം തരുന്നതാ, വിശപ്പ് മാറ്റുന്നതാ. ഫാത്തിമയുടെ ചാരത്തേക്കാ യാചകനതാ കടന്നു ചെല്ലുകയാ. ഫാത്തിമയോട് പറയുകയാ, റസൂലുള്ളാഹി പറഞ്ഞതാ, വിശപ്പ് മാറ്റുമോ, ഭക്ഷണം തരുമോ? ഫാത്തിമയതാ അടുക്കളയിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ, പാത്രങ്ങൾ പരതുകയാ. ഫാത്തിമയതാ പാത്രങ്ങൾ പരതുമ്പോ കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ പഴങ്ങളില്ല. ദാരിദ്ര്യമാ, സങ്കടമാ. ലോകത്തിന്റെ പ്രവാചകന്റെ പൊന്നുമോള് കരയുകയാ. കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് കടന്നു വരുമ്പോ ഹസനും ഹുസൈനും എന്റെ പ്രിയമുള്ളവരെ പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ, കൈകളിലേക്ക് എടുക്കുകയാ. യാചകന്റെ കൈകളിലേക്കാ പുതപ്പ് കൊടുക്കുമ്പോ യാചകനതാ പറയുകയാ, ഫാത്തിമ, പുതപ്പ് വേണ്ട ഫാത്തിമ, വിശക്കുന്നു ഫാത്തിമ, ഭക്ഷണം വരുമോ ഫാത്തിമ? ഫാത്തിമയതാ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ, സുജൂദിൽ കിടക്കുകയാ. എന്നിട്ടതാ കരയുകയാ. എന്നിട്ടതാ ദുആ ചെയ്യുകയാ. റബ്ബേ, എന്റെ വീടിന്റെ മുമ്പിലേക്ക് ഒരു പാവപ്പെട്ട യാചകനുണ്ടല്ലോ, കൈനീട്ടി അല്ലോ. റസൂലുള്ളാഹി പറഞ്ഞതാണ്, അല്ലോ ഫാത്തിമയുടെ കയ്യില് കൊടുക്കാൻ ഭക്ഷണമില്ല അല്ലോ. ഫാത്തിമയതാ കരയുകയാ, എനിക്കൊരു വഴികാട്ടി തരണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ, എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ, എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുമ്പോ, മഅദല്ലോ, മഅദല്ലോ. ഫാത്തിമയതാ കരഞ്ഞുകൊണ്ട് പറയുകയാ, നീ എനിക്കൊരു മാർഗം കാണിച്ചു തരാതെ, നീ എനിക്കൊരു വഴി കാണിച്ചു തരാതെ റബ്ബേ ഞാൻ എണ്ണീക്കൂല അല്ലാ. ഫാത്തിമയുടെ കണ്ണുനീരുണ്ടല്ലോ വീട്ടിലേക്ക് ഇങ്ങനെ വീഴുകയാ, ഭൂമിയിലേക്ക് പതിക്കുകയാ. ഫാത്തിമയതാ കരയുമ്പോ ആകാശത്ത് നിന്ന് ഒരു അശരീരിയതാ കടന്നു വരികയാ. കരയല്ലേ, നൊമ്പരപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ, അനുഭവിക്കല്ലേ, കരയല്ലേ ഫാത്തിമ, എണ്ണീക്കണേ ഫാത്തിമ. വസ്ത്രങ്ങളെല്ലാം ശേഖരിച്ചിരിക്കുന്ന അലമാരയുണ്ടല്ലോ, അലമാരയുടെ ഭാഗത്ത് ചെന്നും
വന്ന് അന്വേഷിക്കണേ. അവിടെ ചെന്നുകൊണ്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു പൊതിയുണ്ടല്ലോ, ലഭിക്കുന്നതാ സമ്മാനമാ, നിനക്കുള്ള പ്രതീക്ഷയാ. പടച്ചവനെ, ഫാത്തിമയുണ്ടല്ലോ സുജൂദിൽ നിന്ന് എണ്ണീക്കുകയാ, അലമാരയുടെ ചാരത്തേക്ക് ചെല്ലുകയാ, പടച്ചവനെ വസ്ത്രങ്ങൾ മാറ്റുകയാ. ഒരു പൊതിയുണ്ടല്ലോ കൈകളിലേക്ക് ലഭിക്കുകയാ. അതിങ്ങനെ തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു മുത്തിന്റെ മാലയോ, ഒരു മുത്തിന്റെ ആഭരണമോ, ഒരാഭരണമോ. ആദരവാകുന്ന പ്രവാചകനാകുന്നു നബി തങ്ങളുടെ പൊന്നുമോളുണ്ടല്ലോ. പടച്ചവനെ, ആ മാലയിലേക്ക് ചുംബനം കൊടുക്കുകയാ. എന്നിട്ടതാ കരയുകയാ, പടച്ചവനോട് പറയുകയാ, അല്ലാഹ് പരീക്ഷിക്കല്ലേ റബ്ബേ, പരീക്ഷിക്കല്ലേ നാദാ. ഫാത്തിമയതാ കരയുകയാ, ഫാത്തിമയതാ നൊമ്പരപ്പെടുകയാ. യാചകന്റെ കൈകളിലേക്ക് എന്റെ പ്രിയമുള്ളവര് മാലയുണ്ടല്ലോ കൊടുക്കുകയാ. യാചകനതാ സന്തോഷിക്കുകയാ. ഇലാ ഹദറത്തു റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ആ യാചകനുണ്ടല്ലോ മാലയെടുത്തുകൊണ്ട് കടന്നു ചെല്ലുമ്പോ റസൂലുള്ളാഹിയോട് സലാം പറയുകയാ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിയോട് സലാം പറയുകയാ. റസൂലുള്ള സലാം അടക്കുകയാ. റസൂലുള്ള യാചകനോട് ചോദിക്കുകയാ, ഫാത്തിമ ഭക്ഷണം തന്നോ, വിശപ്പ് മാറ്റിയോ, ദാരിദ്ര്യം മാറ്റിയോ? യാചകനതാ പറയുകയാ, ഒരു തുള്ളി വെള്ളം പോലും തന്നില്ല നബിയേ, ഒരു കാരക്ക പോലും തന്നില്ല നബിയേ, ഒരു റൊട്ടി പോലും തന്നില്ല നബിയേ. അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, എനിക്കൊരു മാല തന്നു നബിയേ. ഈ മാല വരുമ്പോ കരഞ്ഞു നബിയേ, സങ്കടമാണ് നബിയേ. റസൂലുള്ള പറയുകയാ, ഫാത്തിമ തന്ന മാലയുണ്ടല്ലോ എന്നെ ഒന്ന് കാണിക്കുമോ? ഫാത്തിമ തന്ന ആഭരണമുണ്ടല്ലോ എന്നെ ഒന്ന് കാണിക്കുമോ? റസൂലുള്ളാഹിയുടെ കൈകളിലേക്ക് യാചകനതാ മാല കൊടുക്കുമ്പോ മാലയിലേക്ക് ചുംബനം കൊടുക്കുകയാ. മാല ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാ. റസൂലുള്ള കരയുകയാ. റസൂലുള്ള ഏങ്ങലടിക്കുകയാ. റസൂലുള്ള കരയുന്നത് കാണുമ്പോ ചെറിയ കുട്ടി കരയുന്നത് പോലെ റസൂലുള്ള കരയുമ്പോ സഹാബത്തതാ കടന്നു വരികയാ. എന്നിട്ടതാ ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്തിനാ കരയുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്? റസൂലുള്ള പറയുകയാ, ഈ മാലയുണ്ടല്ലോ ആരുടെ തന്നറിയോ? ഇതെന്റെ ഭാര്യയാകുന്ന ഖദീജയുടെ മാലയാ. റസൂലുള്ളാഹിക്ക് വേദനകൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ, കണ്ണുനീര് വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ, യാതനകൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ റസൂലുള്ളാഹി ഖദീജ ബീവിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. സമ്മിരുടി യാ ഖദീജ, പുതപ്പൊന്ന് തലവഴി മൂടണേ ഖദീജ, പേടിയാണ് ഖദീജ, താങ്ങാൻ കഴിയുന്നില്ല ഖദീജോ. സമാധാനത്തിന്റെ വാക്കുകളുണ്ടല്ലോ എനിക്കൊന്ന് പറഞ്ഞു തരണേ ഖദീജ എന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകന്റെ ഭാര്യയാകുന്നു ഖദീജയുടെ മാലയോ. ഭാര്യ മരിച്ചവരെ അത് വല്ലാത്ത നഷ്ടമാണ് ചെറുപ്പക്കാരാ. ഭർത്താവ് മരിച്ചവരെ അത് വല്ലാത്ത നഷ്ടമാണ് പെങ്ങന്മാരെ. നാദാ, ദാമ്പത്തിക ജീവിതത്തില് ബറക്കത്ത് തരണേ അല്ലോ, ആഫിയത്ത് കൊടുക്കണേ അല്ലോ, ദീർഘായുസ് കൊടുക്കണേ അല്ലോ. കോഴിക്കോട് ജില്ലയില പടച്ചവനെ വടകരയില 5 മാസം മുമ്പ് എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതാ, ഉസ്താദേ എന്റെ കല്യാണം കഴിഞ്ഞ് 5 കൊല്ലമായി ഉസ്താദേ, 5 കൊല്ലമായി ഉസ്താദേ എന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ ഭാര്യ സുന്ദരിയാ, ദീനുള്ളവളാ ഉസ്താദേ, അവൾ എനിക്കൊരു പൊന്നുമോളെ സമ്മാനിച്ചു ഉസ്താദേ, അവൾക്കെന്ന് 3 വയസ്സുണ്ട് ഉസ്താദേ. അല്ലാഹുയാ, പാവപ്പെട്ട ചെറുപ്പക്കാരൻ പറയുകയാ, ഒരു ദിവസം അതാ എന്റെ വീടിന്റെ ഉള്ളറയിൽ കിടപ്പറയിൽ ഞാനും എന്റെ ഭാര്യയും ഇരിക്കുമ്പോ മഗ്രിബ് കഴിഞ്ഞ സമയമാണ് ഉസ്താദ്.
എന്റെ ഭാര്യയുണ്ടല്ലോ പെട്ടെന്നൊന്ന് ഛർദിച്ചു ഉസ്താദേ, പെട്ടെന്നൊന്ന് ഛർദിച്ചു ഉസ്താദേ, വായിൽ നിന്ന് ചോര വന്നു ഉസ്താദേ. പെട്ടെന്ന് തന്നെ വടകരയിലുള്ള ആശുപത്രിയിലേക്ക് ഞാൻ എന്റെ ഭാര്യയെ കൊണ്ടു ചെല്ലുമ്പോ ഡോക്ടർമാര് വിധിയെടുക്കുകയാ, ക്യാൻസറാണ് ഉസ്താദ്. അല്ലാഹുവേ, ക്യാൻസർ എന്ന രോഗം ഞങ്ങൾക്ക് നീ തരല്ല അല്ലാ, തരല്ല റബ്ബേ. കുടുംബം വിറ്റുകൊണ്ട് ചികിത്സിക്കേണ്ടത് ഗതികേടി പാവങ്ങളാകുന്ന മലങ്കരയിലെ പാവങ്ങൾക്ക് കൊടുക്കല്ലേ അല്ലാ. ഡോക്ടർമാർ വിധി എഴുതുകയാ, കുടുംബം വിറ്റിട്ടാണെങ്കിലും എന്റെ ഭാര്യയെ തിരിച്ചു വേണമല്ലോ. തിരുവനന്തപുരം ജില്ലയിലേക്ക് കൊണ്ടു ചെല്ലുകയാ, RCCയിലേക്ക് എന്റെ ഭാര്യയെ കൊണ്ടു ചെല്ലുകയാ. ഉസ്താദ്, എന്റെ ഭാര്യ ഞാൻ കീമോ ചെയ്തു ഉസ്താദേ. എന്റെ ഭാര്യയുടെ മുടിവല്ലാത്ത അഴകാ, എന്റെ ഭാര്യയുടെ മുടിവല്ലാത്ത കളറാ, അവൾ വല്ലാത്ത സുന്ദരിയാ. കീമോ ചെയ്യുമ്പോ എന്റെ ഭാര്യയുടെ മുടികളുണ്ടല്ലോ കൊഴിഞ്ഞുപോയി ഉസ്താദ്. ശരീരമുള്ള ഭാര്യയുണ്ടല്ലോ ക്ഷീണിച്ചു പോയി ഉസ്താദ്. 3 മാസം ട്രീറ്റ്മെന്റ് ചെയ്തു, 3 മാസം ട്രീറ്റ്മെന്റ് ചെയ്തു. അല്ലാഹുവേ, 3 മാസം ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം വടകരയിലുള്ള എന്റെ വീട്ടിലേക്ക് ആ ഭാര്യയുമായി കടന്നു വന്നു ഉസ്താദേ. 3 മാസം സന്തോഷത്തോടുകൂടി കടന്നുപോയി. ഒരു ദിവസം ഇതുപോലെ പാതിരാത്രിയിൽ എന്റെ ഭാര്യ വീണ്ടുമുണ്ടല്ലോ ചോര ഛർദിച്ചു ഉസ്താദ്. പെട്ടെന്ന് തന്നെ വടകരയുള്ള ആശുപത്രിയിലേക്ക് ഞാനതാ കൊണ്ടു ചെല്ലുമ്പോ ഡോക്ടർമാര് വിധി എഴുതുകയാ, നിവർത്തിയില്ല, രക്ഷയില്ല, സക്കറാത്തിന്റെ ഹാലാണ് ഉസ്താദ്. എന്റെ ഭാര്യയുടെ ചവിട്ടിലേക്ക് ഞാനതാ കടന്നു ചെല്ലുകയാ. എന്റെ ഭാര്യയ്ക്ക് ബോധമുണ്ട്, വേദന കൊണ്ട് കരയുകയാ. പെട്ടെന്ന് തന്നെ എന്റെ പൊന്നുമോൾക്ക് എന്റെ ഭാര്യതാ മുത്തം കൊടുക്കുകയാ. ഞാനുണ്ടല്ലോ എന്റെ ഭാര്യയുടെ തലയെടുത്ത് എന്റെ മടിയിലേക്ക് വെക്കുകയാ. എന്റെ ഭാര്യയുണ്ടല്ലോ എന്നോട് പറഞ്ഞ വാക്കെന്താ ഉസ്താദേ, എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഉസ്താദേ. എന്റെ ഭാര്യയുണ്ടല്ലോ എന്നോട് പറഞ്ഞതെന്തെന്നറിയൂ, ഇക്കാ 3 വയസ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഒരാൾക്കും നിങ്ങൾ കൊടുക്കല്ലേ. ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു പെണ്ണിനെ നിങ്ങൾ കെട്ടിയാ നല്ല പോലെ നോക്കുന്നവളെ നിങ്ങൾ കെട്ടടേ ഇക്കാ. അവൾ ഒരാൾ പോലും വേദനിപ്പിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂല. എന്നിട്ട് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ, എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല ഉസ്താദ്. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞതാ ഉസ്താദേ, എന്റെ ഭാര്യ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ, ജീവിച്ച് കൊതി തീർന്നില്ല ഇക്കാ, ജീവിച്ച് കൊതി തീർന്നില്ല ഇക്കാ, മരിക്കാൻ പേടിയാണ് ഇക്കാ, നിങ്ങളെ വിട്ടുകൊണ്ട് വിട പറയാൻ കഴിയുന്നില്ല ഇക്കാ. എനിക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നിങ്ങളെ വേണമെന്ന സാധുവായ സഹോദരി പറയുമ്പോ അല്ലാഹുവേ, ഭാര്യമാര് ജീവനാ. 6 കൊല്ലം കോഴിക്കോട് ചാലിയമെന്ന് പറയുന്ന സ്ഥലത്തിനാണ് ദർസ് ചെയ്യുമ്പോ എനിക്ക് ഭക്ഷണം നൽകിയ നഫീസ എന്ന് പറയുന്നൊരു സാധുവായ ഉമ്മയുണ്ട്. അല്ലാഹുവേ, ഖബറിലാണ് അല്ലാ. ആ ഉമ്മ വെന്റിലേറ്ററിൽ കിടക്കുമ്പോ ആ ഡോക്ടർമാരെന്നെ വിളിച്ചുകൊണ്ട് പറയുകയാ, ഉസ്താദേ, ഈ ഉമ്മയുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ മയ്യത്തൊന്ന് കാണിക്കണേ. ഉമ്മ മരിച്ചുപോയി ഉസ്താദേ, നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്ന ഉമ്മ മരിച്ചുപോയി. ഞാൻ ആ പ്രിയപ്പെട്ട 80 വയസ്സുള്ള വാപ്പയോട് ചെന്ന് പറഞ്ഞു, നമുക്ക് നമ്മുടെ ഉമ്മിച്ചാരെ ഒന്ന് കാണണ്ടേ. ഈ പ്രിയപ്പെട്ട പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് വെന്റിലേറ്ററിലേക്ക് ഞാൻ കൊണ്ടുപോകുമ്പോ വെന്റിലേറ്റർ കാണുമ്പോ, മക്കളെ കരയുന്നത് കാണുമ്പോ, എന്റെ കണ്ണിങ്ങനെ നിറയുന്നത് കാണുമ്പോ ആ പ്രിയപ്പെട്ട പിതാവ് കരഞ്ഞുകൊണ്ട് പറയാ, ഉസ്താദേ, ആശിക്കേ, എനിക്ക് കാണണ്ട ആശിക്കേ, എനിക്കെന്റെ ഭാര്യയുടെ മയ്യത്ത് എനിക്ക് കാണണ്ട, അവള് മരിച്ചു കിടക്കുന്നത് എനിക്ക് താങ്ങാൻ കഴിയൂല. ഞാനിങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് വെന്റിലേറ്ററിന്റെ അകത്ത് കൊണ്ടുപോയി. ഞാനും ആ പ്രിയപ്പെട്ട പിതാവി ഉമ്മയുടെ ചാരത്ത് നിൽക്കുമ്പോ
ഈ ഉപ്പ ഇങ്ങനെ കരയുകയാ, ഉപ്പ ഇങ്ങനെ സങ്കടപ്പെടുകയാ. ഡോക്ടർമാരിങ്ങനെ വന്നുകൊണ്ട് പറയുകയാ, ഉസ്താദ് ഈ മയ്യത്തൊന്ന് പൊതിയണമല്ലോ, ഈ ജനാസയൊന്ന് പൊതിയണമല്ലോ, ഈ വാപ്പയെ നിങ്ങൾ പുറത്തേക്കൊന്ന് ഇറക്കണമെന്ന് പറയുന്നു. ഞാൻ ആ പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാ, വീട്ടിലേക്ക് പോകാമല്ലോ, ജനാസ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ, ഉമ്മയുടെ ജനാസ നമുക്ക് കാണാമല്ലോ. ആ സമയത്ത് ആ പ്രിയപ്പെട്ട വാപ്പ പറയുകയാ, ആശിക്കേ എനിക്കൊരു കാര്യം എന്റെ ഭാര്യയോട് പറയണം, എന്റെ ഭാര്യയുടെ ജനാസയോട് എനിക്കൊരു കാര്യം പറയണം. ഞാൻ പറഞ്ഞു, എന്താ പറയാനുള്ളത്? ആ പ്രിയപ്പെട്ട വാപ്പ കരന്നുകൊണ്ട് പറയുകയാ, അത് സ്വകാര്യമാ, അത് സ്വകാര്യമാ. ഞാൻ ആ പ്രിയപ്പെട്ട പിതാവിന്റെ കൈ ഇങ്ങനെ വിട്ടുകൊടുക്കുമ്പോ, അല്ലാഹുവേ, ആ ഉമ്മയുടെ ജനാസയുടെ ചാരത്തേക്ക് ആ പിതാവ് കടന്നു വരികയാ. എന്നിട്ട് ചെവിയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുകയാ. എന്നിട്ടതാ പറയുകയാ, എന്റെ കൂടെ ഇത്ര കൊല്ലം നീ ജീവിച്ചല്ലോ, എന്റെ കൂടെ സന്തോഷത്തിലും സങ്കടത്തിലും നീ എന്റെ കൂടെ ജീവിച്ചല്ലോ, എന്റെ കൂടെ എല്ലാ യാതനകളും നീ എന്റെ കൂടെ ജീവിച്ചല്ലോ, 6 മക്കളെ എനിക്ക് തന്നല്ലോ, നീ എനിക്ക് പൊരുത്തമാ, നീ എനിക്ക് പൊരുത്തമാ, നിന്നെ എനിക്ക് വിടാൻ കഴിയുന്നില്ല. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിനക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ നഫീസ, എന്നോട് പൊറുക്കണേ നഫീസ എന്ന് പറഞ്ഞിട്ടാ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുക്കുകയാ. എന്നിട്ടാ ഉമ്മയോട് ചെവിയിൽ പറയുകയാ, അസ്സലാമു അലൈക്കും യാ നഫീസ, ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് ഒരുമിക്കണമെന്ന് പറയുന്നു. ഭാര്യ മരിച്ചവരെ, ഭാര്യ വിട പറഞ്ഞു പോയവരെ, അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് പറയുകയാ, ഈ മാല ആരുടെതെന്നറിയോ? ഇതെന്റെ ഭാര്യ ഖദീജയുടെ മാലയാ. ഖദീജ ബീവി വിട പറയാൻ പോയപ്പോ ഖദീജ ബീവി പറഞ്ഞു ഫാത്തിമയോട്, ഫാത്തിമ, ഒരുപാട് സമ്പത്ത് എനിക്ക് അല്ലാഹു തന്നു, അത് മുഴുവനും ദീനിനു വേണ്ടി കൊടുത്തു. എന്റെ കയ്യില് വേറെ ഒന്നും നിനക്ക് തരാനില്ല, ഈ മാല മാത്രമാണ് നിനക്ക് തരാനുള്ളതെന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമയോട് പറഞ്ഞു. ആ മാലയാണ് ഒരു യാചകന് വേണ്ടി ഊരിക്കൊടുത്തതെന്ന് ചരിത്രം പറയുമ്പോ, അലിയാർ തങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. റസൂലുള്ള ഫാത്തിമ ബീവിയുടെ വീട്ടിൽ വരുമ്പോ ഹസനും ഹുസൈനും മുലപ്പാല് കുടിക്കാനില്ലാതെ കരയുകയാ. അള്ളാന്റെ റസൂല് ഫാത്തിമ ബീവി വിളിച്ചിട്ട് ചോദിച്ചു, ഫാത്തിമ, കരയും ഈ ഹസനും ഹുസൈനും മുലപ്പാല് കൊടുക്കാത്തതെന്തേ? ലോകത്തിന്റെ പ്രവാചകന്റെ പൊന്നുമോള് പറഞ്ഞു, നബിയേ, ഞാൻ മരുന്ന് കഴിച്ചിട്ട് ദിവസങ്ങളായി, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, നല്ലൊരു ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി, എന്റെ മാറിലേക്ക് എന്റെ മക്കള് വന്നുകൊണ്ട് മുലപ്പാല് കുടിക്കാൻ നോക്കുമ്പോ എന്റെ മാറിൽ നിന്ന് പാല് വരുന്നില്ല നബിയേ, ചോരയാണ് വരുന്നത് നബി എന്ന് ഫാത്തിമ ബീവി പറയുമ്പോ, ആ സമയത്ത് പോലും ഊരിക്കൊടുക്കാത്ത മാല ഒരു പാവപ്പെട്ട യാചകന് വേണ്ടി ഊരിക്കൊടുത്തെന്ന് പറയുമ്പോ, ഞാൻ നിങ്ങളോട് പറയാ, ഈ പള്ളിക്ക് വേണ്ടി 1 രൂപയെങ്കിലും നീ സദഖ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ പള്ളിക്ക് വേണ്ടി ഒരു സ്വർണ്ണമോതിരെങ്കിലും നിങ്ങൾ സദഖ കൊടുത്തിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ, എഴുതി വെച്ചോ. നാളെ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന വിഭാഗം നിങ്ങളാണെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ മനോഹരമാകുന്ന തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഈ പള്ളിക്ക് വേണ്ടി സദഖ കൊടുത്ത സാധുക്കളെ റഹ്മാനെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അപ്പൊ ഞാൻ പറയാ, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ വിജയ്, മലങ്കരയിലെ ഏറ്റവും വലിയ വിജയ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവരാ. അല്ലാഹുവേ, സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ റഹ്മാനെ. അത് ചെയ്യണമെങ്കിൽ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. 1, ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ അവര് നല്ല രീതിയിൽ മരിക്കും. 2, ആരെങ്കിലും ഒരാൾ അദബോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ പടച്ചവനെ പേടിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ അവര് മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കും. 3, ആരെങ്കിലും ഒരാൾ സ്വന്തം വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങിച്ചാൽ അവരെന്റെ പ്രിയപ്പെട്ടവർ ഈമാനോടെ മരിക്കും. 4, ആരെങ്കിലും ഒരാൾ നന്മകൾ അധികരിപ്പിച്ചാൽ, സ്വതക്ക കൊടുത്താൽ, ദാനധർമ്മങ്ങൾ ചെയ്താൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു, ഈ പള്ളിക്ക് വേണ്ടി ഓടി നടന്ന എത്രയോ പേര് നമ്മുടെ പള്ളിക്കാട്ടിൽ ഉണ്ടാകും, ഉണ്ടാകൂലേ? ഉണ്ടാകും. ഞാൻ പറയാ, ഇതിപ്പോ പൊളിച്ചിട്ട് 4 കൊല്ലമായിട്ടുണ്ടാവും അല്ലേ? 4 കൊല്ലമായിട്ടുണ്ടാവില്ലേ? പള്ളി പൊളിച്ചിട്ട് കൊറോണ വന്നിട്ട് ഇപ്പോൾ 5 കൊല്ലമായിട്ടുണ്ടാവില്ലേ? അല്ലേ? 5, 8, 9, ഇത് പൊളിച്ചിട്ട് 9 കൊല്ലേ? 9 കൊല്ലേ ഉസ്താദെ? ഉസ്താദെ അറിയാൻ പറ്റില്ല, ഉസ്താദ് ഫ്രഷ് അല്ലേ? 9 കൊല്ലായി അല്ലേ? അൽഹംദുലില്ലാ. ഈ 9 കൊല്ലമായിട്ട് ഇവിടെ ഭരിച്ചിരുന്ന പള്ളി പരിപാലകർ ഒരു കമ്മിറ്റി 2 കൊല്ലല്ലേ? അല്ലേ?
അങ്ങനെ തന്നെ നോക്കിയാൽ ഒരു 4-5 കമ്മിറ്റി, ഒരു 3-4 കമ്മിറ്റിക്കാർ ഇപ്പം മാറി തിരിഞ്ഞ് വന്നിട്ടുണ്ടാകും. അവരെല്ലാം ഇതിനു വേണ്ടി ഓടിയവരാ. ആകെ 70-80 വീടല്ലേ ഉള്ളൂ ഇവിടെ. ആ 80 വീട്ടുകാർ അൽഹംദുലില്ലാ സന്തോഷിക്കാം. കാരണം എന്തേ, എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും. എല്ലാ വീട്ടുകാരും ഒരു രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ടാകും. എഴുതി വെച്ചോ, ഈ പള്ളിക്കൊക്കെ താര് വന്ന് നിസ്കരിക്കുന്നുണ്ടോ, ഖുർആൻ ഓതുന്നുണ്ടോ, ഇബാദത്ത് ചെയ്യുന്നുണ്ടോ, അതിന്റെ പ്രതിഫലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു തരുന്നതാ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ചെയ്ത് മരിക്കുമ്പോൾ നമുക്ക് ഈമാനോടെ മരിക്കാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് 9 മണിക്ക് തുടങ്ങിയതാ. നമ്മളിപ്പോൾ 10 മണി 9 മണിക്കല്ലേ തുടങ്ങിയത്. 10 മണി 11, 11:30 കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇരുന്നവർക്കെല്ലാം അള്ളാഹു കേട്ടതെല്ലാം മനസ്സിലാക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിരിവുണ്ടോ? ഇല്ല, കാരണം മോശമാണ്. കാരണം വേറെ ഒന്നല്ല, ട്രൗസർ ഊരിയെന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുള്ള കൂടി ഊരുന്ന മോശമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാം. ഉണ്ടോ? ഇല്ലല്ലോ, മുസാഫത്ത് മാത്രമല്ലേ ഉള്ളൂ. മുസാഫത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തതിന് ശേഷം എല്ലാവരും എന്ത് ചെയ്യണം? ദുആ കഴിഞ്ഞിട്ട് മതി മുസാഫത്ത്. ദുആ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? എല്ലാവരും വന്ന്, ഇനി ഉസ്താദെ പൈസ ഒന്നുമില്ല ഉസ്താദെ, ഞങ്ങൾ വരണില്ല, അങ്ങനെയൊന്നും വേണ്ട. ഈ സ്നേഹബന്ധം സ്വർഗത്തിൽ പോയാൽ അതൊരുമിച്ചായിരിക്കണം എന്നുള്ള നെയ്യത്ത് വെച്ച് വരിക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ലിസ്റ്റ് വായിക്കണ്ട, എന്നാ അവൻ്റെ ചിരി നോക്കിയ ഓടിയോ അല്ലെ, ലിസ്റ്റ് വായിക്കാനാ? ഇത് വായിക്കണം നിർബന്ധ അല്ലെ, പ്രോട്ടോകോൾ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അല്ല, വായിച്ചില്ല കുഴപ്പമൊന്നുമില്ല. കാരണം വേറെ ഒന്നുമില്ല, ഇത് റബ്ബിനറിയാം. എന്തായാലും പടച്ചനറിയല്ലേ, അറിയാം. ഇതെന്തായാലും കമ്മിറ്റിക്കാർ മുക്കിയ നിങ്ങൾ വെറുതെ വിടുവോ? ഇല്ല, വിടത്തില്ല. അപ്പോൾ അൽഹംദുലില്ലാ കൊടുത്തവരുണ്ട്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേരുണ്ട്. പേര് പറയാതെ സ്വതം കൊടുക്കുന്നത് നല്ലത്. കാരണം എന്താണെന്നറിയോ, ഈ പേര് വായിക്കുമ്പോൾ ഉള്ളിലൊരു കിബിർ വരും. സലീം വെച്ച 150, ഞാൻ 500. അപ്പോൾ അൽഹംദുലില്ലാ തന്നെ ഉയർന്നവൻ എന്നൊരു ചിന്ത വരും. അപ്പോൾ അൽഹംദുലില്ലാ വായിക്കാതിരിക്കണേ നല്ലത്. സമയമില്ലാണ്ടൊന്നല്ല. ഇപ്പോൾ എനിക്കിപ്പം പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ കണ്ണൂരാണ് ഒരു 15 മിനിറ്റ് കൂടി ഇരിക്കണം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. വായിക്കണം, വേണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കും. ഇനി ഞാൻ പോയിട്ട് ഇടി ഉണ്ടാക്കല്ലോ കേട്ടോ, ഉസ്താദ് പേര് വായിച്ചില്ല, ഉസ്താദ് എൻ്റെ പേര് വായിച്ചില്ല, ഞാൻ പറയില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ആരെല്ലാം ആ ലിസ്റ്റിൽ പേരുണ്ടോ റഹ്മാനെ, അവരെല്ലാവരെയും കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യല്ലേ. അതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, പൈസ വേണോ? നിങ്ങൾക്ക് അങ്ങോട്ട് പൈസ വേണോ? ഇപ്പൊ പള്ളിയുടെ ഖത്തീബിനോട് ചെന്നിട്ട് ചോദിക്കാം, 1000 രൂപ ശമ്പളം കൂട്ടി തരട്ടെ എന്ന് വെച്ചു. ഉസ്താദ് വേണ്ടെന്ന് പറയും. ഉസ്താദ് വേണ്ടെന്ന് പറയും. എന്നോട് വന്നിട്ട് ഒരു കമ്മിറ്റിക്കാരൻ ചോദിക്കുക 1000 കൂട്ടട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും 1000 പോരെ, 2000 വേണമെന്ന് പറയും. അല്ല, എന്ത് സാധനത്തിന്റെ വില കൂടിയാലും കൂടാത്തൊരു സാധനങ്ങൾ എന്താ? ഉസ്താദ് ശമ്പളം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പിന്നെ ചില ആളുകളൊക്കെ പറയും ഭയങ്കര ബറക്കത്ത ഉസ്താദന്മാരുടെ ശമ്പളം. എന്നോട്, ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ എന്നോട് വന്നിട്ട് അവിടുത്തെ ഒരു സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദിന്റെ ശമ്പളത്തിൽ ഭയങ്കര ബറക്കത്താണ്. പക്ഷെ അതെന്തേ? ഉസ്താദിന് ആകെ ഇത്ര രൂപ ശമ്പളം ഉണ്ട്, ഉസ്താദിന് വണ്ടിയുണ്ട്, ഉസ്താദിന്റെ വണ്ടിക്ക് എണ്ണയും ഫുൾ ടാങ്ക്, ഉസ്താദ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഭയങ്കര ബറക്കത്താ എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എനിക്ക് തരുന്ന 2005 നോട്ട് നിങ്ങൾ എടുത്തോ, എന്നിട്ട് നിങ്ങളുടെ ശമ്പളം എനിക്ക് തന്നാൽ മതി. ഇൻഷാ അല്ലാഹ്. അല്ലേ, തമാശ പറയട്ടെ. ഇൻഷാ അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലേ, ഞാൻ പറയണത് നമ്മുടെ പള്ളിയിൽ ഉസ്താദിനെയൊക്കെ സ്നേഹിക്കണം, സഹായിക്കണം. അൽഹംദുലില്ലാ പള്ളി മാറുമ്പോൾ പള്ളിയുടെ ഖത്തീബും മാറാൻ പാടില്ല. അതൊരു പോയിന്റ്. പള്ളിയുടെ മിഹ്റാബും ചില പള്ളിയിലൊക്കെ ഉണ്ട്. അല്ലാഹുവേ, പഴയ പള്ളിയാകുമ്പോൾ പഴയ ഖത്തീബ്, പുതിയ പള്ളി വരുമ്പോൾ പുതിയ ഖത്തീബ്. അപ്പൊ അങ്ങനെ ആകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉസ്താദിന്റെ ഖിദ്മത്തുകളെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇവിടുത്തെ പള്ളി കമ്മിറ്റിക്കാരോട് വന്നിട്ട് ഒരു അറബി വന്നിട്ട് പറയാ, പള്ളി പണിയാൻ കുറച്ച് പൈസ തരട്ടെ. സെക്രട്ടറി അടുത്ത് വന്നിട്ട് ചോദിക്കാം, ഒരു ഗൾഫുകാരൻ ഒരു അറബി വന്നിട്ട് പറയാ, സെക്രട്ടറി പള്ളിക്കകത്ത് നമുക്ക് അൽഹംദുലില്ലാ മിഹ്റാബ് സെറ്റ് ചെയ്യണം, അതിനൊരു 7 ലക്ഷം രൂപ വേണം, അത് ഞാൻ തരാമെന്ന് അറബി പറഞ്ഞാൽ സെക്രട്ടറി വേണ്ടെന്ന് പറയോ? 2 കൈ നീട്ടിട്ട് മേടിക്കൂലേ? കാരണം എന്തേ? അത് പള്ളിക്ക. ഒരാൾ വന്നിട്ട് നിങ്ങളുടെ നാട്ടുകാരോട് പറയാ, എല്ലാവർക്കും ഒരു 2000 രൂപയുടെ കിറ്റ് വെച്ച് തരട്ടെ. നമ്മളൊക്കെ പറയണം എന്താ? തന്നോ, കുഴപ്പമില്ലെന്നേ പറയൂ. എന്നാൽ സമ്പത്ത് വേണം. എല്ലാവരും പറയും സമ്പത്ത് വേണം എന്ന് പറയും. പക്ഷേ എങ്ങനത്തെ സമ്പത്ത് വേണം? ബറക്കത്തുള്ള സമ്പത്ത് വേണം. പാവപ്പെട്ടവനായിരിക്കാം, പക്ഷേ പള്ളിക്ക് കൊടുക്കുന്നവൻ അവനായിരിക്കും. അല്ലേ? എന്നോടൊരു പള്ളിയുടെ റിസീവർ പറഞ്ഞതാ. ഓരോ പള്ളിക്ക് റിസീവർമാരുണ്ടാകും, മാസപിരിവ് ഇവരുണ്ട്. അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. അതിനും കൂടെ വെച്ച ശമ്പളം കൊടുക്കാൻ ഉണ്ടാവില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ റിസീവർ ഉണ്ടായിരുന്നു, പള്ളിയുടെ മാസപിരിവിരിക്കാൻ. അദ്ദേഹം പറഞ്ഞ, ഉസ്താദേ, ഞാനൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞതാ, പിരിവുകാരൻ വരുന്നുണ്ട്. എന്താ പറഞ്ഞേ? പിരിവുകാരൻ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ കയറി ചെന്നു ഉസ്താദേ. കയറി ചെന്നപ്പോൾ 2 പേര് അവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന് കേബിൾ TV കാരൻ, ഒന്ന് KSCB ഉസ്താദേ, 3-ാമത്തെ ആള് ഞാനാ.
KCB കാരനും ഇലക്ട്രിക് ഓഫീസിനും TV-ക്കും ആ സഹോദരി കറക്റ്റ് പൈസ കൊടുത്തു. ഉസ്താദന്മാരെ ശമ്പളം കൊടുക്കാൻ 250 രൂപ മാസം തരണമെന്ന് പറഞ്ഞപ്പോൾ താത്ത പറയാ പൈസ ഇല്ല. എന്താ പറഞ്ഞേ? പൈസ ഇല്ല. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ പാവപ്പെട്ടവനായിരിക്കാം, നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന സാധുവായിരിക്കാം, ഏതെങ്കിലും കൃഷിയിടത്ത് പോയിട്ട് ഈ മറ്റേ എന്താ പറയണ പിക്കാസി എടുത്ത് കിളക്കുന്നവനായിരിക്കാം. ഓനായിരിക്കും ചിലപ്പോൾ എല്ലാ മാസം 500 രൂപയും പള്ളി കൊടുക്കണേ അല്ലേ? അപ്പൊ സമ്പത്തിന് കാര്യമൊന്നുമില്ല, ബറക്കത്തുള്ള സമ്പത്ത് വേണം അല്ലേ? എന്നോട് ഒരാൾ പറഞ്ഞ ഉസ്താദ് 80,000 രൂപ എനിക്ക് ശമ്പളമുണ്ട്, 40,000 രൂപ എല്ലാ മാസവും ഞാൻ ഓരോ ഹോസ്പിറ്റലുകളിലേക്ക് ചെലവഴിക്കുന്നവനാണ് ഉസ്താദെ. ഞാൻ ചോദിച്ചു എന്താ നീ വല്ല സ്വതക്ക കൊടുക്കുന്ന? അന്നല്ല ഉസ്താദെ, എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ചേട്ടത്തിക്കും അനുജനും കൊച്ചാപ്പാക്കും മൂത്താപ്പൊക്കെ രോഗങ്ങളാണ് ഉസ്താദെ. ഈ രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഒരു മാസം എനിക്ക് 40,000 രൂപ അടുത്ത് ചിലവുണ്ട് ഉസ്താദെ. സ്കാനിങ്ങും ടെസ്റ്റിങ്ങും ബ്ലഡ് ടെസ്റ്റും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് 40,000 രൂപ ചിലവാകുന്നുണ്ട് ഉസ്താദെ. ഞാൻ പറയാ സമ്പത്തിൽ ബറക്കത്ത് വേണം. രോഗങ്ങളില്ലാതെ ജീവിക്കണോ? തഴവ ഉസ്താദ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടോ തഴവ ഉസ്താദ്? ഉണ്ടാവൂല. തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് കത്തെഴുതി. സ്വന്തം ഭാര്യ എന്ന് പറയാൻ വേറെ ഒന്നുമല്ല കേട്ടോ. ചില ചെറുപ്പക്കാരുണ്ട് സ്വന്തം ഭാര്യ അടുത്തുണ്ടാകും, എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കണത് അപ്പുറത്തെ ലൈലാത്തായിരിക്കും. അതുകൊണ്ട് പറഞ്ഞ തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് കത്തെഴുതി. കത്തെഴുതിയതിൽ തഴവ ഉസ്താദ് പറഞ്ഞു, മോളെ സമ്പത്തിൽ ബറക്കത്ത് വേണോ, രോഗങ്ങളില്ലാതെ മരിക്കണോ, കിടക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ഈ 2 കാര്യങ്ങൾ ചെയ്തിട്ടേ കിടക്കാൻ പാടുള്ളൂ. എന്താ പറഞ്ഞേ? സമ്പത്തിൽ ബറക്കത്ത് വേണോ, രോഗങ്ങളില്ലാതെ ജീവിക്കണോ, എന്നാൽ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്യണം. ചെയ്യോ? ഒരു ദിവസം ഒരു 5 മിനിറ്റ് മതി. ചെയ്യുമെന്നോ? ഇൻഷാ അല്ലാഹ്. ഏതാ തഴവ ഉസ്താദ് പറയാ, സമ്പത്തിൽ ബറക്കത്ത് കിട്ടാൻ ആദ്യമായി ചെയ്യേണ്ടതെന്താ? നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഒരു തസ്ബീഹ് മാല എടുക്കണം. എന്ത് ചെയ്യണ്ടേ? തസ്ബീഹ് മാല എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ചൊല്ലലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ, ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ, ഒരു മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയതു മുഴുക്കയാക്കിയതാ. ചൊല്ലലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ. ചൊല്ല് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുന്ന ദിക്ർ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ ജീവിതം എപ്പോഴും സ്റ്റൈലാ. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. അതിനൊരു ശക്കുമില്ല, ഒരു സംശയമില്ലപ്പാ, അതിനൊരു ശക്കുമില്ല, ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ. ചിട്ട തെറ്റിപ്പോകാൻ പാടില്ല. ഒരു ദിവസം 313 ചൊല്ലിയാൽ, സുബഹിക്ക് ശേഷം ചൊല്ലിയാൽ, മഗ്രിബിന് ശേഷം ചൊല്ലിയാൽ, പിറ്റേ ദിവസവും ആ ചിട്ട തെറ്റാതെ കൃത്യസമയത്ത് നിങ്ങൾ ചൊല്ലേണ്ടതാ. അലസതയാലൊഴിക്കരുതേ. നിങ്ങളുടെ ജോലി തിരക്കും മൂലം, നിങ്ങളുടെ മറ്റുള്ള എന്തെങ്കിലും ജോലി തിരക്കും മൂലം, നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും തിരക്കുകൾ മൂലം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുന്ന ദിക്ർ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ സമ്പത്തിൽ വർധനവ് വേണമെങ്കിൽ, ബറക്കത്ത് വേണമെങ്കിൽ ഏതാ ചൊല്ലണ്ടേ? പറ. ലാ ഹൗല വൗവാരല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ചില നാട്ടുകാരുണ്ട്, എന്താ ചെയ്യണേ? നാളെ രാവിലെ വന്ന് നമ്മുടെ ബാക്കി ഉസ്താദിനോട് പറയും, ഉസ്താദെ എൻ്റെ തസ്ബീഹ് മാല മേടിക്കാൻ പൈസ ഒന്നുമില്ല ഉസ്താദ്, എനിക്കൊരു 313 തസ്ബീഹ് ചെല്ലാനായിട്ടുള്ളൊരു ലാ ഹൗല ചെല്ലാനായിട്ടുള്ള തസ്ബീഹ് മാല തരണം. അല്ലാഹുവേ, ഉസ്താദ് എന്തെങ്കിലും തസ്ബീഹ് മാലയൊക്കെ കൊടുക്കും. ഈ ചങ്ങാതി വീട്ടിൽ പോയിട്ട് രാവിലെ ഉമ്മറത്തിരുന്നിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 313 തവണ എന്ത് ചെയ്യും? വീടിന്റെ ഉമ്മറത്തിരുന്നൊക്കെ ചൊല്ലും. എന്നിട്ട് ജോലിക്ക് പോകൂല, കൃഷിയിടത്തിൽ പോകൂല, വീട്ടിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങും. അപ്പൊ ആമിനാത്ത വന്നിട്ട് ചോദിക്കും, ഇച്ച മച്ച കൊച്ചാന്നൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ പോണില്ല, ജോലിക്ക് പോണില്ല, പണിക്ക് പോണില്ല മനുഷ്യ, കൃഷിയിടത്തിൽ പോണില്ല മനുഷ്യ എന്ന് ചോദിക്കും. ആ സമയത്ത് ഭാര്യയോട് ഭർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഇന്നലെ വന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി ഉസ്താദ്, അത്രയും നേരം വലിച്ചു നീട്ടിയ ഉസ്താദ്, തണുപ്പത്തിന് ഞങ്ങൾ ഇരുത്തി കൊഴുത്തി ഉസ്താദ്, ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ചൊല്ലിയാൽ പൈസ കിട്ടുമെന്ന്? അതുകൊണ്ട് ഞാൻ ലാ ഹൗല ചൊല്ലിയിട്ടുണ്ട്, ഇനി പണിക്കൊന്നും പോണില്ല, ജിബ്രീൽ പൈസ കൊണ്ടുവരുമെന്ന് നെയ്യത്ത് വെച്ചാൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. ലാ ഹൗല ചൊല്ലും വേണം,
എവിടെ പോണം? പണിയെടുക്കാനും പോണം. വീട്ടിൽ ഇരുന്നാൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും അല്ലെ? ഉസ്താദിന് തസ്ബീഹ് അടിക്കണം എന്തിനാ? സാധാ കിട്ടിയിട്ട് പൈസ കിട്ടിയാൽ കൊണ്ടുതരാം അതിന്റെ പൈസ. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. അപ്പൊ എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇനി രോഗങ്ങളില്ലാതെ ജീവിക്കണം അല്ലെ? ഭക്ഷണം കഴിച്ചവരുണ്ടെങ്കിൽ എന്ന് കൈവക്കിയപ്പ സെക്രട്ടറി കഴിച്ചില്ല? ഇൻഷാ അല്ലാഹ്. എൻ്റെ കൂടെ കഴിച്ചില്ല? മണി കഴിച്ചില്ല? ഇല്ലല്ലേ? അപ്പൊ ഞാൻ പറയണത്, ഭക്ഷണം കഴിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചെയ്യോ? ഏതാ? ചോറ് കളയരുതേ, വെള്ളം നിലത്തു പൊഴിയരുതേ, ഒരു മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയതു മുഴിക്കയാക്കിയതാ. ചോറ് കളയരുതേ, വെള്ളം നിലത്തു പൊഴിയരുതേ. ചോറ് എന്ത് ചെയ്യാൻ പാടില്ല? കളയാൻ പാടില്ല. അപ്പൊ ഉസ്താദെ, കട്ട്ലേറ്റ് കളഞ്ഞൂടെ? പപ്സ് കളഞ്ഞൂടെ? പൊറോട്ട കളഞ്ഞൂടെ? ഇറച്ചിക്കറി കളഞ്ഞൂടെ? അതല്ലപ്പാ. ചോറ് കളയരുതേ, വെള്ളം നിലത്തു പൊഴിയരുതേ. ചോറ്, ആഹാര പദാർത്ഥങ്ങളൊന്നും കളയാൻ പാടില്ല. അത് വിളമ്പുമ്പോ നിലത്ത് കളയാനും പാടില്ല. അല്ലെ, നമ്മള് ഉസ്താദന്മാരൊക്കെ വാതിന് വരുമ്പോ ചില വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകും, അല്ലെ പള്ളിയുടെ മുകളിൽ ഭക്ഷണം കഴിക്കാൻ പോകും. സെക്രട്ടറി വന്നിട്ട് പറയും, ഒരു പീസ് എന്റെ വക. എന്താ പറയണേ? ഒരു പീസ് എന്റെ വക. അപ്പോഴായിരിക്കും പ്രസിഡന്റിന്റെ ഒരു ഈഗോ, ഞാൻ കൊടുത്ത ഉസ്താദ് കഴിക്കൂലേ, അന്ന് എന്റെ വക ഒരു പീസ് എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് എന്ത് ചെയ്യും? കൊണ്ടുവന്നിട്ട് ഒരു പീസ് ഇടും. അപ്പോഴാ ട്രഷററിന്, ഇതിനൊക്കെ പൈസ കൊടുത്ത് ഞാനല്ലേ അപ്പ, ഞാൻ കൊടുത്തപ്പോൾ ഇയാൾ കയറ്റൂല എന്ന് വെച്ചിട്ട് ട്രഷറർ വരും. ട്രഷറർ വന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഇടാൻ പോകുമ്പോഴേക്കും ഉസ്താദിന്റെ കൈ തെറ്റിയിട്ട് ചിലപ്പോൾ ഒരു ഭക്ഷണം ഇങ്ങനെ താഴത്തേക്ക് പോകണം. 500 രൂപയും മട്ടൻ ബിരിയാണിയും തരാന്ന് പറയുമ്പോൾ ഈ കാറ്ററിംഗ് ജോലിക്ക് പോകണ ചില മക്കളുണ്ട് അല്ലെ? 500 രൂപയും അല്ലെ മട്ടൻ ബിരിയാണിയും തരാന്ന് പറയുമ്പോൾ കാറ്ററിംഗ് ജോലിക്ക് പോകണ ചില മക്കളുണ്ട്. ഓരൊക്കെ ചെന്നിട്ട് ഇങ്ങനെ വിളമ്പുമ്പോൾ പെട്ടെന്ന് എവിടെ പോകാനുള്ള പോലെ ചില മക്കൾ വിളമ്പണം ഉണ്ടാല് പെണ്ണിന്റെ മൂക്കിലും ചെറുപ്പക്കാരുടെ വായിലേക്ക് ഇങ്ങനെ നേരെ തന്നെ വയറ്റിലേക്ക് വിളമ്പി കൊടുക്കുന്ന ചില ചങ്ങാതിമാരുണ്ട്. പാടില്ല. ഭക്ഷണം വിളമ്പുമ്പോൾ എങ്ങനെ വിളമ്പണം? വൃത്തിയായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? വിളമ്പി കൊടുക്കണം. ചോറ് കളയരുതേ, വെള്ളം നിലത്തു പൊഴിയരുതേ, ഒരു മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയതു മുഴുക്കയാക്കിയതാ. ഒരു മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ. ഓരോ അരിമണിക്കും അള്ള കൊടുത്ത മഹത്വം എന്ന് പറയുന്നത് വലുതാ. അതിന് ഏത് സർക്കാർ വന്നാലും, നെസ്റ്റോയിൽ നിന്ന് മേടിച്ചാലും, ലുലുമാളിൽ നിന്ന് മേടിച്ചാലും, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പാവപ്പെട്ടവന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാലും, റേഷൻ പീടികയിൽ നിന്ന് മേടിച്ചാലും, ഓരോ അരിമണിക്കും അള്ള തന്നിരിക്കുന്ന മഹത്വം എന്ന് പറയുന്നത് വലുതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. അങ്ങനെ ഭക്ഷണം കളയാതെ കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പടച്ചതമ്പുരാൻ എന്ത് തരും? രോഗത്തിന് ശമനം നൽകുമെന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യൂലേ? ചെയ്യും. ഞാൻ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഏതാ? കൃഷിയിൽ ബർക്കത്ത് വേണം അല്ലെ? ഏത് സൂറത്താ തന്നെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഅശാഹാ വസ്സമാഇ വമാ ബനാഹാ. ഈ സൂറത്ത് മുഴുവനായിട്ടും ആരെങ്കിലും ഒരാൾ കൃഷിക്ക് പോണതിന് മുമ്പ്, കച്ചവടത്തിന് പോകുന്നതിന് മുമ്പ്, വണ്ടി ഓടിക്കാൻ പോകുന്നതിന് മുമ്പ് ആരാണോ ഓതിയിട്ട് പോകുന്നത് അവരുടെ കച്ചവടത്തിനും ജീവിതത്തിലും അള്ളാഹു ബർക്കത്ത് നൽകുന്ന. അപ്പൊ ഓതൂലേ? ഇനി കൈവേദന, കാലുവേദന, മുട്ടുവേദന ഉള്ളവർ ഈ സൂറത്ത് തന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഈ സൂറത്ത് ആരാണോ ഓതിയിട്ട് കയ്യിൽ ഊതിയിട്ട് ഇഷ്വി എന്ന് പറഞ്ഞ് ഇങ്ങനെ മന്ദിരിച്ചിട്ട് കയ്യിലും കാലിലും ഒക്കെ തടവിയാൽ, ജോയിന്റുകളിൽ തടവിയാൽ അവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശമനം നൽകുമെന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് റസൂലിനെ കിനാവില് കാണണ്ടേ? കാരണം ഈ സൂറത്ത് തന്നെ സൂറത്തുൽ കൗസർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറത്ത് ആരാണോ കിടക്കുന്നതിന് മുമ്പ് ഓതുന്നത് ഇൻഷാ അല്ലാഹ് അവർക്ക് റസൂലുള്ളാഹിയെ കിനാവില് കാണാം. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. ഇനി ഞാൻ പറഞ്ഞത്, ഈ മലങ്കരയിൽ നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണമെങ്കിൽ ഏതാ തന്റെ? മുത്ത് നബി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ,
ഈ പറയുന്ന 3 ദിക്ർ ആരെങ്കിലും ഒരാൾ 33 തവണ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് കിടക്കപ്പായിൽ ഇരുന്ന് കൊണ്ട് ഓതിയാൽ നാളെ അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കിടക്കാമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏതാ ദിക്ർ? ഏതാ? നേരെ പിടിച്ചോ. സുബ്ഹാനല്ലാഹ്. ഏതാ? അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ പറഞ്ഞ 3 ദിക്ർ 33 തവണ ചൊല്ലുന്നവരാരാ? അവർക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കിടക്കാം. ഇനിയിപ്പോ നാളെ കിടക്കാൻ പോവാ ആമിനാത്ത വന്നിട്ട് സലീമിക്കടുത്ത് പറയും, സലീമിച്ച ഇങ്ങ് വാ, ഇന്നലെ ഉസ്താദ് പറഞ്ഞില്ലായിരുന്നു 33 തവണ ദിക്ർ ചൊല്ലിയാൽ നമുക്ക് സ്വർഗത്തിൽ കിടക്കാം. ഭാര്യയ്ക്ക് വല്ലാത്ത പ്രതീക്ഷയായി ഇക്കിച്ചാക്കനെ തൃപ്തിയാ. അങ്ങനെ ഇക്കാൻ ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കും, ചെല്ലിക്ക സുബ്ഹാനല്ലാഹ്. ഇക്ക 33 ചെല്ലൂല, 31 ചെല്ലൂ. അല്ലാഹു കാത്തിരിക്കട്ടെ അല്ലേ? അൽഹംദുലില്ലാഹ് പറഞ്ഞു കൊടുക്കും. അൽഹംദുലില്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോൾ ചില അക്ഷരങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഭർത്താവ് മുക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്തേ, ഇവിടെ തന്നെ സ്വസ്ഥതയില്ല, നാളെ അവിടെ സ്വസ്ഥത ഇല്ലാതിരിക്കാൻ വേണ്ടി അല്ലാഹു കാത്തിരിക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. അപ്പോൾ ഇരുന്നവർക്കെല്ലാം അല്ലാഹു ഖൈറിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മനസ്സിലായില്ല? അപ്പോൾ എല്ലാം മനസ്സിലായില്ല? ഇനി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കൈവയ്ക്കപ്പാ ആരെങ്കിലും ഉണ്ടോ? നാളെ പറയരുത് ഉസ്താദൊന്നും പറഞ്ഞില്ല. ഈ തണുപ്പത്ത് ഇത്രയും 9 മണിക്ക് തുടങ്ങിയല്ലേ നമ്മള്? 10, 11 കറക്റ്റ്. എൻ്റെ വാച്ചി 12 മണി. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയൊന്നുമില്ലല്ലോ. ഇനി ഒരു സങ്കടമുണ്ട് അത് കണ്ടിട്ട്. ആ പള്ളിയുടെ ആ മിഹ്റാബും കൂടി ഒന്ന് ശരിയാക്കണം കേട്ടോ. കമ്മിറ്റി എന്തോ ആരെങ്കിലുമൊക്കെ മുമ്പിൽ കാസർഗോഡൊക്കെ ഇനി റമദാനൊക്കെ ഒരുപാട് പേർക്ക് സക്കാത്തൊക്കെ കൊടുക്കണ്ടാവും, ഒരുപാട് പേർക്ക് പൈസയൊക്കെ കൊടുക്കുന്നവരുണ്ടാവും. അവിടെയൊക്കെ ചെന്നിട്ട് ചോദിക്കും. നിങ്ങൾ ഒരിക്കലും നാണം വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പള്ളി സെക്രട്ടറിയുടെ വീട്ടിൽ അല്ല, പ്രസിഡന്റിന്റെ വീട്ടിലോട്ട് അല്ല, ഉസ്താദിന്റെ വീട്ടിലോട്ട് അല്ല, എൻ്റെ വീട്ടിലോട്ടല്ല, ഇത് നമ്മുടെ പള്ളിക്കാണ്. അപ്പൊ അതും കൂടി ഒന്ന് ശരിയാക്കിയാൽ അൽഹംദുലില്ലാഹ് നല്ല വൃത്തിയുള്ള ഒരു പള്ളിക്കകമായി മാറും. അല്ലാഹു സ്വീകരിക്കട്ടെ. പിന്നെ AC വെക്കണം അല്ലേ? കാലം മാറുന്നൂറ് AC ഒക്കെ വെക്കണം. റമദാനിലൊക്കെ ചില ചെറുപ്പക്കാർ AC ഉള്ള പള്ളിയിലേ പോകും. ഇങ്ങനെ AC ഉള്ള പള്ളിയിലേ പോകും. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ഉസ്താദന്മാരെ പള്ളിയിലേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു നിബന്ധനയൊക്കെ വെക്കും. നല്ല ശബ്ദം വേണം, നല്ല ഖിറാഅത്ത് വേണം, നല്ല ഓത്ത് വേണം, നല്ല പ്രസംഗം വേണം, പൊക്കം വേണം, താടി വേണം, ശരീരം വേണം, ശമ്പളം 12,000. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അവനാ അല്ലേ, എല്ലാ പണിയും ചെയ്യണം. എന്നിട്ട് അവസാനം ശമ്പളം കൊടുക്കുന്ന ഒരു ദിവസം 300 രൂപ. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. അപ്പോൾ അല്ലാഹു എല്ലാവിധ ഖൈറുകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക, ആ പള്ളിയുടെ അഭാവം കൂടി ശരിയാക്കാൻ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പള്ളിയുടെ മുകളിൽ എന്തായാലും ഇത്രയായി, ഇനി എന്തായാലും ഒന്ന് നനഞ്ഞു, ഇനി കുളിച്ചും കൂടി അങ്ങോട്ട് ഇറങ്ങുക. അപ്പൊ എന്ത് ചെയ്യാ, ആ പള്ളിയുടെ മുകളും കൂടി ശരിയാക്കാൻ പറ്റിയ എന്ത് ചെയ്യാ, ശരിയാക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മനോഹരമാകുന്ന മസ്ജിദാണ്. അല്ലാഹു സ്വീകരിക്കും. ഞാൻ പറഞ്ഞ വെറുതെ അല്ല. അഫ്ളലുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ. ഈ ദുനിയാവിൽ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭവനം ഈ പള്ളിയാണ്. അപ്പൊ അല്ലാഹുവേ, ആരെല്ലാം അതിനു വേണ്ടി സ്വതക്ക കൊടുത്തിട്ടുണ്ടോ റഹ്മാൻ അല്ലേ? കുറെ പേര് ഖബറില്ല. അല്ലാഹു അവരുടെ ഖബർ നീ വിശാലമാക്കുക റബ്ബേ. സ്വർഗ്ഗം കൊടുക്കുക റഹ്മാനെ. പ്രവാസികൾ പൈസ തന്നവരില്ലേ? പ്രവാസികൾ ഒരുപാട് പേരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ മനസ്സിന് കരുണ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവൻ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവൻ അവരെ നീ ഒറ്റയ്ക്കാക്കല്ല റഹ്മാനെ റബ്ബേ. ഇൻഷാ അല്ലാ. ഇനി വേറെ ഒന്നുമില്ലല്ലോ. ഇനി ദുആ ചെയ്തതിന് ശേഷം ഇനി പൈസ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് വന്നൊന്ന് കൈപിടിച്ച് മുസാഫത്ത് ചെയ്ത് പിരിയണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് എണ്ണീക്കോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ പോകാനല്ല കേട്ടോ. പ്രായമുള്ളവർ വേണം ഇരുന്നോ, കുഴപ്പമില്ല. ഉസ്താമ ഇരുന്നോ, ഇൻഷാ അല്ലാ. മോശമല്ലോരെ എണ്ണിപ്പിക്കണം ഇൻഷാ അല്ലാ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد. رحم رحيമായ കരുണയുള്ള ദയാലുവായ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകണേ അല്ലാഹ്, ഈമാൻ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പടച്ചവൻ ഇവിടെ വന്നിരുന്ന സാധുക്കൾ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. സദഖ കൊടുത്ത പാപങ്ങളുണ്ട് കബൂലാക്കണേ അല്ലാഹ്. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്, നരകം ഹറാമാക്കണേ അല്ലാഹ്. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. മദീന ഞങ്ങളുടെ ജീവനാണ് അല്ലാഹ്, മദീന ഞങ്ങളുടെ പ്രാണനാണ് അല്ലാഹ്.
والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുകൾ റബ്ബേ മദീനയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ പടച്ചവനെ ക്യാൻസർ തരല്ല അല്ലാ ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ മൈഗ്രെയിൻ തരല്ലേ അല്ലാ കാലവിപത്തുകൾ തരല്ലേ അല്ലാ ഇന്ന് ഭക്ഷണം നൽകിയ വീട്ടുകാർ അവർക്ക് നീ സ്വർഗ്ഗത്തിന്റെ ഭക്ഷണങ്ങൾ കൊടുക്കണേ അല്ലാ ഈ പള്ളിയുടെ ബാക്കിയുള്ള പണികളെല്ലാം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ അതിനുള്ള മജ്ലിസാക്കണേ അല്ലാ പടച്ചവനെ അദബ് നൽകണേ അല്ലാ പടച്ചവനെ എന്റെ കൂടെ വന്ന അബൂ തുരീഖ് എന്ന സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ സിദ്ദീഖിനെ പോലെ ഹക്കീമിനെ പോലെ ഇസ്മയിലിനെ പോലെ ജുറൈജിനെ പോലെ ഷംനാദിനെ പോലെ എത്രയോ പാവങ്ങളുണ്ട് അല്ലാ അവർക്കെല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ അവരുടെ ദാമ്പത്തിക ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ നാഥാ കടങ്ങൾക്ക് നീ സലാമത്ത് തരണേ അല്ലാ പടച്ചവനെ നാഫിയ ഇൽമു നൽകി അനുഗ്രഹിക്കണേ അല്ലാ സിദ്ദീഖിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ പടച്ചവനെ ഹക്കീമിന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കൂ റബ്ബേ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും പറഞ്ഞു അല്ലാ മാറ്റണേ അല്ലാ മാറ്റണേ അല്ലാ മാറ്റണേ അല്ലാ കാനങ്ങാടുള്ള ഷാഫി എന്ന സഹോദരനല്ല പടച്ചവനെ ഉസ്മാൻ എന്ന സഹോദരനല്ല ദീനിനു വേണ്ടി ഒരുപാട് സമ്പത്ത് കൊടുക്കുന്ന പാവങ്ങളാണല്ല അവരുടെ കുടുംബത്തിലും ബിസിനസ്സിലും മക്കളുമെല്ലാം യാത്രയിലെല്ലാം ബറക്കത്ത് കൊടുക്കണേ അല്ലാ കണ്ണേറിയ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ പടച്ചവനെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം നൽകിയ ചാലിയത്തെ പാവപ്പെട്ട വീട്ടുകാർ അവർക്ക് നീ സ്വർഗത്തിന്റെ ഭക്ഷണങ്ങൾ കൊടുക്കണേ അല്ലാ ഈ പള്ളിക്ക് വേണ്ടി ഓടി നടന്ന പരിപാലകർ പലരും ഇന്ന് ഖബറിലാണ് അല്ലാ സ്വർഗം കൊടുക്ക റബ്ബേ ഖബർ വിശാലമാക്ക റബ്ബേ ഇതിനു വേണ്ടി ഓടി നടക്കുന്നതിന്റെ വോളണ്ടിയർമാർ അവിടെ പരലോകത്ത് നീ ഓട്ടം കുറച്ചു കൊടുക്കണേ അല്ലാ ഇവിടുത്തെ ഉസ്താദന്മാരെ സ്വീകരിക്കണേ റബ്ബേ പാവങ്ങളാ റബ്ബേ ഇവിടുത്തെ മഹലിന്റെ നാട്ടുകാർ റഹ്മാനെ അവരിൽ പലരും കൃഷിക്കാരാണ് അല്ലാ പലരും പ്രവാസികളാണ് അല്ലാ ബറക്കത്ത് കൊടുക്ക റബ്ബേ സന്തോഷം കൊടുക്കണേ അല്ലാ പടച്ചവനെ കസേരയിട്ടവര് സ്റ്റേജിട്ടവര് മൈക്ക് ഓപ്പറേറ്റ് ചെയ്തവര് പടച്ചവനെ ലൈവ് ചെയ്തവര് ലൈവിലൂടെ വയല് കേട്ടവര് അല്ലാഹുവേ ഇതിനു വേണ്ടി ഓടി നടന്നു നിന്റെ പരിപാലകര് ഇതിന്റെ വോളണ്ടിയർമാര് പോസ്റ്റർ അടിച്ചവര് ഫ്ലക്സ് അടിച്ചവര് ഉസ്താദന്മാരെ വിളിച്ചവര് ക്ഷണിച്ചവര് എല്ലാവരെയും നാദാ കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ റാഹത്തിലാക്കണേ അല്ലാ പടച്ചവനെ ഈ വിരീതന്റെ പാവപ്പെട്ട മാതാപിതാക്കൾ രോഗങ്ങളുള്ളവരാണ് ശമനം കൊടുക്കറപ്പേ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ പെങ്ങളുടെ കല്യാണം ഹൈറിലാക്കണേ അല്ലാ വീടിന്റെ പണികളെല്ലാം എളുപ്പത്തിലാക്കണേ അല്ലാ ഈ വിനീതന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ബഹുമാനപ്പെട്ട മുസ്തഫ ശറഫി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ എല്ലാവർക്കും ഹൈറ് കൊടുക്കണേ അല്ലാ പടച്ചവനെ ഈ നാട്ടുകാരിൽ ഐക്യം കൊടുക്കണേ അല്ലാ ഇവർ ഈ പള്ളി പണിതത് ഒത്തൊരുമയിലാണ് അത് നിലനിർത്തണേ റബ്ബേ നിലനിർത്തണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ പടച്ചവനെ മക്കളില്ലാത്ത പാവങ്ങളുണ്ട് റഹ്മാനെ അവർക്ക് നീ ഹൈറായ മക്കളെ കൊടുക്കണേ അല്ലാ പടച്ചവനെ ഇനി നാളെയും മറ്റന്നാളും എന്ന് പറയുന്ന ഉസ്താദന്മാർ അവർക്കെല്ലാവർക്കും ശബ്ദം നിലനിർത്തണേ അല്ലാ അവരുടെയും ഞങ്ങളുടെയും ഇൽമിൽ ബറക്കത്ത് തരണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലി അലാ റമളാൻ അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ ഇവിടെ ഇരിക്കുന്ന പാവങ്ങൾ പ്രായമുള്ളവർ ഉമ്മമാര് പെങ്ങന്മാര് സഹോദരന്മാര് സഹോദരിമാര് ചെറിയ മക്കള് ഗർഭിണിമാര് രോഗങ്ങളുള്ളവര് എല്ലാവരെയും നാദാ
നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്ലിസാക്കല്ല റബ്ബേ, ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്ലിസാണെങ്കിൽ ഞങ്ങളുടെ തൗബയായി ഖബൂലാക്കണേ അല്ലാ. വേറൊരു വണ്ടിയുമായി ഇടിച്ചുകൊണ്ട് അപകടപ്പെടുന്ന ഒരവസ്ഥ തരല്ല റബ്ബേ. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു ഗതികേട് വരുത്തല്ല അല്ലാ. ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ. اللهم إنا نسألك بحق سيدنا മുസ്തഫാ മുഹമ്മദിന് ഇസ്മയിൽ എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഹൃദയത്തിലുള്ള പ്രതിസന്ധികൾ മാറ്റി കൊടുക്കണേ അല്ലാ. ചെറിയ മകനാണ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. اللهم إنا نسألك بحق سيدنا മുസ്തഫാ മുഹമ്മദിന് وآل سيدنا محمدنا وصحاب سيدنا محمدنا وأولاد سيدنا محمدنا وذريات سيدنا محمدنا برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضل صلى الله على محمد صلى الله على محمد.